തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപ്പത്തിലും നാരങ്ങാഗദയും കരിമ്പുധനുഷാശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമാശമൊട്ടുമടനേ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകനെനിക്കേറ്റം തുണച്ചീടണം. ഹരിഹരസുരവൃന്ദം പോലുമിന്നംബികേ നിൻ പെരിയൊരു കനിവില്ലെന്നാകിലോ മൂകരത്രേ. പരമരുളുക വേണം വാണിമാതേ നമുക്കും പരിചിനൊടു പനച്ചിക്കാടമർന്നീടുമമ്മേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. നമ്മൾ ഇന്നലെ ഒരു വിശേഷമായിട്ടൊരു വാർത്ത ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. അത് ഭക്തി എന്ന ഒരു ശാസ്ത്രം. പലപ്പോഴും നമ്മൾ ജ്ഞാനശാസ്ത്രത്തെക്കുറിച്ചിട്ട് യോഗശാസ്ത്രത്തെക്കുറിച്ചിട്ടൊക്കെ വളരെ ശ്രവിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ സൂത്രപ്രസ്ഥാനം, അതിൻ്റെ ഭാഷ്യം, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതൊക്കെ നമുക്ക് വളരെ പരിചിതങ്ങളാണ്. പക്ഷെ പലപ്പോഴും ഭക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ശാസ്ത്രമൊന്നുമല്ല, അതൊരു ഒരു വികാരം. പലപ്പോഴും വിചാരിക്കുന്നത് ഭക്തി എന്ന് പറയുന്നത് വികാരത്തിൻ്റെ തലത്തിൽ മാത്രമുള്ള ഒരു സാധനമാണ് എന്നാണ് പൊതുവെ നമ്മൾ ചിന്തിക്കാറുള്ളത്. പക്ഷെ നമ്മളെ പറഞ്ഞു അങ്ങനെയല്ല, ഈ ഭക്തിയും ഒരു ശാസ്ത്രം തന്നെയാണ്. ഈ ഭക്തിക്കും സൂത്രങ്ങളുണ്ട്, ഭാഷ്യങ്ങളുണ്ട്, ടീകകളും ടിപ്പണികളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു. അപ്പോൾ എന്താണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, ഇതൊരു ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താണ് ഭക്തി? പറയണു ശ്രീനാരദ ഋഷി പറയണു ഇത് അനിർവചനീയമാണ്. ആദ്യം തന്നെ അദ്ദേഹം പറയണു എന്താണ് ഈ ഭക്തി എന്നതിനെ നിർവചിക്കാൻ സാധ്യമല്ല. അല്ലേ, എനിക്ക് ഇപ്പം എൻ്റെ അമ്മയോടുണ്ടാകുന്ന സ്നേഹം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മാതാവിനോടോ പിതാവിനോടോ ഉണ്ടാക്കുന്ന സ്നേഹം, ഒരു മാതാവിന് തൻ്റെ കുഞ്ഞിനോടുണ്ടാക്കുന്ന സ്നേഹം, ഇതൊക്കെ എങ്ങനെ നിർവചിക്കാൻ പറ്റുമോ നമുക്ക്? ഇതാണ് മാതൃസ്നേഹം, ഇതാണ് പിതൃസ്നേഹം നിർവചിക്കാൻ പറ്റും. എന്തുകൊണ്ട്? വാക്കുകൾ പരിമിതങ്ങളാണ്. ഈ വിഷയങ്ങളിലേക്കൊന്നും വാക്കിന് പ്രവേശമില്ല. സത്യത്തിൽ പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലേക്കും വാക്കിന് പ്രവേശമില്ല. അല്ലേ, ഉപനിഷത്ത് പറയണു ന തത്ര വാഗ്ഗച്ഛതി ന മനോ ന വിദ്മോ
അല്ലേ? അവിടത്തേക്ക് വാക്കിനോ മനസ്സിനോ ബുദ്ധിക്കോ ഒന്നും പ്രവേശനമില്ല, പല കാര്യങ്ങൾക്കും. അപ്പോൾ എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ നാരദർഷി നമ്മോട് പറയാണ് അനിർവചനീയം. നോക്കൂ, ഒരാൾക്ക് ഭക്തിയായിട്ടുള്ളത് വേറൊരാൾക്ക് ഭക്തി ആയിക്കൊള്ളണമെന്നില്ല. പറയാണ് എന്നെ സംബന്ധിച്ച് എന്താ ഭക്തി? രാവിലെ എഴുന്നേറ്റ് അത് എത്ര തണുപ്പാകട്ടെ ചൂടാകട്ടെ കുളിച്ച് ശ്രീ ഭഗവാന്റെ നിർമാല്യം ദർശിക്കുക. നോക്കൂ, എന്നെ സംബന്ധിച്ചതൊരു ഭക്തിയായിരിക്കും. പക്ഷെ വേറൊരാളെ സംബന്ധിച്ചോ, ആരോ ജ്യോതിഷമൊക്കെ നോക്കി പറഞ്ഞു ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ ദോഷമുണ്ടാവും. അപ്പോൾ ഈ ദോഷമുണ്ടാവും എന്നുള്ള പേടി കാരണം കൊണ്ട് ഒരാൾ പോയിട്ട് ഭഗവാനെ നിർമാല്യം തൊഴുതു എന്ന് വരാം. അത് ഭഗവാനോട് ഭക്തിയുണ്ടോ, ഭഗവാനെ കാണണം എന്നോ, ഭഗവാനോട് പ്രേമം കൊണ്ടോ ഒന്നുമല്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ടാ. അപ്പോൾ അത് ഭക്തിയാണോ? ആണ്, അല്ലേ? അപ്പോൾ ചില കാര്യങ്ങൾ ഇന്നതാണ് ഭക്തി എന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. പക്ഷേ ആചാര്യ ഭഗവാൻ ശ്രീനാരദൻ നമുക്ക് പറയാണ് എന്താണ്. നോക്കൂ, ഇതൊന്നും നിർവചിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അല്ലേ? ഇതൊന്നും നിർവചിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ശാസ്ത്രം എന്തിനാ? പറയാണ് എന്താണ് നമുക്ക് പറയാവുന്നത് വെച്ച് എങ്ങനെയാണ് ഈ ഭക്തിയെ പറയാൻ പറ്റുക? പറഞ്ഞു സാതു അസ്മിൻ പരമപ്രേമരൂപ. എന്താണ് ഈ ഭക്തി? അസ്മിൻ, ഈ പരമാത്മാവിൽ, ഈശ്വരനിൽ പരമപ്രേമം, ശ്രീ ഭഗവാനിലുള്ള പരമമായ പ്രേമമാണ് ഭക്തി എന്ന് ശ്രീനാരദൻ പറഞ്ഞു. അമൃതസ്വരൂപാച്ച, ഇത് അമൃതസ്വരൂപവുമാണ് എന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ നമ്മൾ നാരദനോട് ചോദിക്കുന്നത് എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താ ഈ പരമപ്രേമം ചാൽ? ഒന്നാമത് പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? പ്രേമം എന്ന് പറഞ്ഞാൽ സ്നേഹം. ഓക്കെ, അപ്പോൾ എന്താ ഈ പരമപ്രേമം? പരമമായ സ്നേഹം എന്ന് വെച്ചാൽ പരമമായ സ്നേഹച്ചെന്താ പറയാണ് നാരദൻ. നോക്കൂ, ഞാൻ പറഞ്ഞു ആദ്യം തന്നെ അനിർവചനീയമാണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഈ പരമപ്രേമം എന്നുള്ളത് പറയാണ് ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് 4 തലങ്ങളിലാണ് അഭിവ്യക്തമാകുന്നത്. ഈ പരമപ്രേമം എനിക്ക് ഭഗവാനോട് പരമപ്രേമമാണ്, എനിക്ക് എൻ്റെ ഗുരുവിനോട് പരമപ്രേമമാണ്, എനിക്കെൻ്റെ രാഷ്ട്രത്തോട് പരമപ്രേമമാണ്, എനിക്കെൻ്റെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും പരമപ്രേമമാണെന്നൊക്കെ പറയാം. പക്ഷെ എന്താണിത്? അല്ലേ? അത് നമ്മുടെ ആദ്യത്തെ ദിവസത്തിൽ പറഞ്ഞു. ഈ പ്രേമം എന്ന് പറയുന്ന ഒരു സാധനമാണെങ്കിലും അത് ആരിലോ ഓരോരുത്തരിലേക്കും തിരിയുന്നതിനനുസരിച്ചിട്ട് അതിന് ഏറ്റക്കുറച്ചിലുകളും അതിൻ്റെ ഭാവങ്ങൾക്ക് വ്യത്യാസമൊക്കെ ഉണ്ടാവും, അല്ലേ? ഒരു ഭർത്താവിന് ഭാര്യയോട് തോന്നുന്ന പ്രേമമല്ല അതേ മനുഷ്യർ തൻ്റെ കുഞ്ഞിനോട് തോന്നുന്നത്. 2 പേരോടും തോന്നുന്നത് സ്നേഹമാണ്. അപ്പോൾ ഒന്ന് പ്രേമവും വേറൊന്ന് വാത്സല്യവുമാണ്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻസിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ആധാരം എന്താണ്? സ്നേഹമാണ്. സത്യത്തിൽ ഇതിങ്ങനെ ഈ സ്നേഹം എന്താണെന്ന് ഒരിക്കലും നമുക്ക് പറഞ്ഞ് എന്താ പറയുക ഫലിപ്പിക്കാൻ സാധ്യമല്ല, അല്ലേ? എപ്പോഴും സ്നേഹം എങ്ങനെയാണ് അറിയുക? സ്നേഹം എൻ്റെ മനസ്സിൽ ഒരാളോട് സ്നേഹമുണ്ട് എന്നുള്ളത് അയാൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അതെൻ്റെ പ്രവൃത്തിയിലൂടെയാണ്, അല്ലേ? സ്നേഹം എപ്പോഴും അത് പ്രകടമാകുന്നത്, അല്ലെങ്കിൽ സ്നേഹത്തെ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ എന്നോട് എങ്ങനെ, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവം എന്താണ്, നിങ്ങൾ എന്നോടുള്ള പ്രവൃത്തി എന്താണ്, ഇതനുസരിച്ചിട്ടാണ് നമ്മൾ സ്നേഹത്തെ മനസ്സിലാക്കുക. പക്ഷെ ഇതിലും പല വിധത്തിലുള്ളതായ പിന്നെ എന്താണ് തെറ്റുകൾ വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അഭിനയിക്കാം, അല്ലേ? നമ്മളെ വളരെ കാര്യമായിട്ട് നോക്കുന്നതായിട്ടൊക്കെ അഭിനയിക്കാം, പക്ഷെ പ്രേമമുണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ നാരദൻ പറയാണ് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രേമം, ഭഗവാനോടുള്ള പ്രേമം, അതാണ് നമ്മുടെ വിഷയം, ഭക്തിയാണ് നമ്മുടെ വിഷയം. സോ ഭഗവാനോടുള്ള നമ്മുടെ പ്രേമം എങ്ങനെ പ്രകടമാകുന്നു? എങ്ങനെയാണോ ലോകത്തിൽ പ്രകടമാകുന്നത് അങ്ങനെ തന്നെ. എന്ന് വെച്ചാൽ, അല്ലേ, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുള്ള സ്നേഹം എങ്ങനെയാണ്
പ്രകടമാകുന്നത്, അതേപോലെയാണ് ഭഗവാനോടുള്ള സ്നേഹവും പ്രകടമാകുന്നത്. എന്നുവെച്ചാലോ പറയാണ്, ഒന്നാമത്തെ തലത്തിൽ പൂജാദിഷു അനുരാഗ. എന്താണ് ഈ ഭക്തി? പറയണു, പൂജാദിഷു അനുരാഗ. പൂജാദികളിൽ അനുരാഗമാണ് ഭക്തി. എന്നുവെച്ചാലോ പൂജാദി എന്ന് വെച്ചാൽ ഭഗവാന്റെ പൂജ ചെയ്യുക, അല്ലേ? ആദിഷു എന്ന് വെച്ചാൽ എക്സെട്ര എക്സെട്ര എക്സെട്ര, 100 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മൾ നമ്മുടെ മുറ്റത്ത് കുറച്ച് തുളസി ചെടി വയ്ക്കുക. കുറച്ച് തുളസി ചെടികൾ നമ്മുടെ വീടിൻ്റെ മുമ്പത്ത് നമ്മൾ വയ്ക്കുക. അപ്പോൾ ആരെങ്കിലും ചോദിക്കുക, ഇതെന്തിനായി തുളസി വയ്ക്കുന്നത്? ഭഗവാനൊരു മാല കെട്ട. നോക്കൂ, അപ്പോൾ ഈ പൂജാദികൾ ഭഗവാനെ ഇങ്ങനെ ഇരുത്തിയിട്ട് പൂജിക്കുക മാത്രമല്ല, എന്ത് പ്രവൃത്തിയും നമ്മൾ ഭഗവാന് വേണ്ടി, നമ്മുടെ മനസ്സിൽ ഭഗവാനാണ്, ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയാണ് എന്ന് തോന്നിയാൽ അതെല്ലാം പൂജയാണ്. ആ പൂജകൾ ചെയ്യുന്നതിനുള്ള സ്വാഭാവികമായ മനസ്സിൻ്റെ ആനുകൂല്യമാണ്, ആകർഷണമാണ് എന്ത്? ഭക്തി. എന്തും ചെയ്തോട്ടെ. അതെ, ഇന്നെന്താ ചേച്ചി നേരത്തെ വീട്ടിൽ പോണേ? അതെ, ഇന്ന് എന്താണ്, പൗർണമിയാണ്, അതുകൊണ്ട് ഭഗവതിക്ക് കുറച്ച് പായസം ഉണ്ടാക്കണം. നോക്കൂ, ഈ പായസം ഉണ്ടാക്കലോ പോകലോ, പക്ഷെ നോക്കൂ, ആ പായസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുടെ ആ ഒരു ശ്രമമില്ലേ, നമ്മുടെ മനസ്സിൻ്റെ ഒരു ആനുകൂല്യമില്ലേ, അതാണ് ഭക്തി. അപ്പോൾ ഭക്തിയുടെ ഏറ്റവും പ്രകടമായ തലം എന്താ? യദ്യത് കർമ്മ കരോമി, എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മങ്ങൾ ശ്രീ ഭഗവാന് വേണ്ടി ചെയ്യുക, എന്തുമാകട്ടെ. ഈ 4 എന്താ പറയുക, 63 നയന്മാരിൽ 4 പേരിൽ ഒരാൾ, അദ്ദേഹം എപ്പോഴും തൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ആയുധം കൊണ്ട് നടക്കുകയായിരുന്നു. ഇതിനു വേണ്ടിയാണ് അമ്പലത്തിൽ എന്തെങ്കിലും അല്ലെ പുല്ലോ പടർപ്പോ അല്ലെങ്കിൽ കാടോ ഒക്കെ പിടിച്ചിരുന്നാൽ അതൊക്കെ വൃത്തിയാക്കണം, അല്ലെ? എപ്പോഴും ഭഗവാന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക, തൻ്റെ എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യുക. ഇതാണ് ഭക്തിയുടെ ഒരു തലം. നാരദൻ പറയണു, പൂജാദിഷു അനുരാഗ ഇതി പാരാശര്യ. ആരാ ഇത് പറയുന്നത്? സാക്ഷാൽ ഭഗവാൻ വേദവ്യാസൻ പറയാണ്, എന്താ ഈ ഭക്തി? ഭക്തി പൂജാദിഷു അനുരാഗ, പൂജ മുതലായവയിൽ ഉള്ള അനുരാഗം. അപ്പം ഞാൻ പറഞ്ഞു, പൂജിക്കുക മാത്രമല്ല, എന്തും ചെയ്യുക. നമ്മുടെ ശരീരം കൊണ്ട്, മനസ്സ്, അല്ലേ, എന്ത് കർമ്മവും എപ്പോഴാണോ ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ആ പ്രേമത്തോടുള്ള ആ കർമ്മം ചെയ്യാൻ നമ്മുടെ മനസ്സിനുള്ള ഔത്സുക്യം നോക്കൂ. ആ കർമ്മവുമല്ല, എന്തുകൊണ്ട് കർമ്മം പലർക്കും ചെയ്യാം, നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഇപ്പം അമ്പലങ്ങളിലൊക്കെ ഭഗവാന് വേണ്ടി നിദ്യമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സെന്താ, ഇന്ന് വൈകുന്നേരം ഭഗവാൻ നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്കണം. നോക്കൂ, ഈ കർമ്മം പാൽപ്പായസം ഉണ്ടാക്കൽ മാത്രമല്ല, ഭഗവാനെ സന്തോഷിപ്പിക്കണം, ഭഗവാൻ ആനന്ദമുണ്ടാകണം. അദ്ദേഹത്തിനു വേണ്ടി, അല്ലേ, അത് പൂച്ചെടി വയ്ക്കലാണെങ്കിലും പാത്രം കഴുകലാണെങ്കിലും നൈവേദ്യം ഉണ്ടാക്കലാണെങ്കിലും അവിടുത്തെ സത്യത്തിൽ പൂജിക്കലാണെങ്കിലും അവിടുത്തെ ദേവാലയങ്ങളെ വൃത്തിയാക്കലാണെങ്കിലും അവിടുത്തെ ദേവാലയമായിരിക്കണം നമ്മുടെ ഗൃഹത്തെ വൃത്തിയാക്കലാണെങ്കിലും, അല്ലേ, ഇപ്രകാരം എന്ത് കർമ്മവും ഭഗവാന് വേണ്ടി ചെയ്താൽ ആ കർമ്മമല്ല ഭക്തി, കർമ്മത്തിന് പിന്നിലുള്ള നമ്മുടെ ചേതോവികാരം, ഭഗവാനോടുള്ള പ്രീതി, എൻ്റെ ഭഗവാൻ സന്തോഷിക്കണേ എന്ന ആഗ്രഹം. എപ്രകാരമാണോ ഒരമ്മ തൻ്റെ മകൻ സന്തോഷിക്കണമെന്ന വിചാരത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്, അല്ലേ? ഒരു പത്നി തൻ്റെ ഭർത്താവിന് വലിയ സന്തോഷമുണ്ടാക്കണമെന്ന വിചാരത്തോടുകൂടി ആരാണോ അവർ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ഒരു ധനികൻ തൻ്റെ ധനം ഇനിയും കൂടിക്കൂടണം എന്ന് വിചാരിച്ച് ആ ധനത്തോടുള്ള വലിയതായ ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നത്. അതുമാതിരി എപ്പോഴാണോ നമ്മുടെ മനസ്സ് ശ്രീ ഭഗവാനിൽ ഉറച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്, ആ മനോവൃത്തിയാണ് ഭക്തി. പൂജാദികളല്ല, പൂജാദിഷു
അനുരാഗ. ഇനി പറയാണ്, ഈ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ഫിസിക്കൽ കാര്യങ്ങളൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അവർക്കെന്താ ഭക്തി? അവർക്കെന്താ? ഭഗവാന്റെ നാമം ജപിക്കണം, അല്ലേ? ഭഗവാന്റെ ഗീതങ്ങൾ എഴുതണം, ഗീതങ്ങൾ ജപിക്കണം. പിന്നെ ഭഗവാന്റെ എവിടെയൊക്കെയാണോ ഭഗവാന്റെ കഥകളുള്ളത് അവിടെയൊക്കെ പോയിട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കണം. ഇനി എപ്പോഴെങ്കിലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ കഥകൾ പറയണം, അല്ലേ? തച്ചിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം. ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ സ്തുതികളും മാഹാത്മ്യങ്ങളും ജപിക്കുക. ഇതൊക്കെയാണ് ഭക്തി. അതാണ് നമുക്ക് 3 തലങ്ങൾ. നമുക്കെല്ലാവർക്കും 3 കരണങ്ങൾ, 3 ഉപകരണങ്ങൾ, 3 ഇൻസ്ട്രുമെൻറ്റ്സ് ഭഗവാൻ തന്നിട്ടുണ്ട്. 1 ശരീരം, 2 വാക്ക്. അപ്പോൾ ശരീരത്തിൻ്റെ തലത്തിൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പിന്നിലുള്ള ഭഗവാനു വേണ്ടി എന്ന പ്രേമം. അടുത്തത് വാക്കിൻ്റെ തലത്തിൽ, അല്ലേ? വാക്കിൻ്റെ തലത്തിൽ എന്താ ഭക്തി? പറയാണ് കഥാദിഷു ഇതി ഗർഗ. പറയാണ് ഗർഗാചാര്യൻ പറയണു, എന്താ ഈ ഭക്തി? ഭക്തി വെച്ചാല് കഥാദിഷു അനുരാഗ. കഥാദിഷു അനുരാഗ ഭക്തി ഇതി ഗർഗ. ഗർഗ മഹർഷി പറയാ, അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഈ ഭക്തി വെച്ചാല് എനിക്ക് എൻ്റെ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുക, അല്ലേ? ഭഗവാന്റെ നാമം കേട്ട് 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 കേട്ട്, അല്ലേ? ഭഗവാന്റെ നാമം ജപിച്ച് 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 എന്ത് ചെയ്യണം? എൻ്റെ മനസ്സിലുള്ള എല്ലാ രാഗങ്ങളും, അല്ലേ, എല്ലാം പോയി കണ്ണൻ്റെ പുണ്യ നാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ, കർണത്തിൽ കേട്ടു കോൾമയീർ കൊണ്ടു കണ്ണീരിലെന്നു മുങ്ങും ഞാൻ, കണ്ണീരിൽ മുങ്ങി ശുദ്ധനായി നാമം തന്നെത്താനെന്നു പാടും ഞാൻ. അങ്ങനെ ഭഗവാന്റെ നാമം കേട്ട് ഭഗവാന്റെ നാമം പാടി, അല്ലേ, എല്ലാം മറന്നുകൊണ്ട് നമുക്ക് ഭഗവാനിൽ ലയിക്കുവാൻ സാധിക്കും. സകലം വിസ്മൃതമായി ഭഗവാന്റെ നാമങ്ങൾ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആനന്ദമായി ഭഗവാനിൽ വസിക്കാൻ സാധിക്കും. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ഭജിക്കണം. നമ്മുടെ സിദ്ധകാലം കഴിയുവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. എത്രയോ സ്നേഹത്തോടുകൂടി നമ്മളോട് പറയാണ് പൂന്താനം, ശ്രദ്ധയോടെ വസിക്കണം. ഇങ്ങനൊരു ജന്മം നോക്കൂ, എപ്പോഴും എപ്പോഴും കിട്ടുന്നതല്ല മനുഷ്യജന്മം. ഈ മാനവജന്മം നമുക്ക് കിട്ടിയിട്ട് അത് വെറുതെ പോവരുത്, അല്ലേ? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പണ്ടത്തെ ഋഷികളെ പോലെ കാടുകളിൽ പോവാനോ ഭഗവാനെ ഭജിക്കാനോ ഒന്നും സാധ്യമല്ല. നമുക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? ഭഗവാന്റെ നാമങ്ങൾ പ്രേമത്തോടെ കേൾക്കുക, പ്രേമത്തോടെ ചെല്ലുക, ഭഗവാന്റെ തത്വങ്ങളെ വീണ്ടും 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 ശ്രവിക്കുക. അപ്പോഴോ നമ്മുടെ മനസ്സ് ഭഗവത്മയമായി തീരും. നമ്മുടെ വാക്കുകളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കുക. ഇതാണ് ഗർഗൻ്റെ അഭിപ്രായം. ഗർഗൻ ആരാണ്? സാക്ഷാൽ ഭഗവാന്റെ കുലഗുരുവാണ്, അവരുടെ പുരോഹിതനാണ്. യാദവകുലത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവിടുന്നാണ് ഗർഗഭാഗവതം എന്ന് പറയുന്നതായ കൃതി എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയണു, എന്താണ് ഈ ഭക്തി? ഭക്തി ചില കഥാദിഷു അനുരാഗ, ഭഗവാന്റെ നാമങ്ങൾ കേൾക്കാൻ, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാൻ, ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ തത്വങ്ങൾ, ഇതൊക്കെ കേൾക്കാനുള്ള അത്യന്തം അനുരാഗം, അത് കേൾക്കാൻ. എവിടെയാണ് ഭഗവാന്റെ നാമം കേൾക്കുന്നത്, എവിടെയാണ് ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ഗുണം, ഇതൊക്കെ വർണ്ണിക്കുന്നത്, അതവിടെ പോവുക, അത് കേൾക്കുക, അത് പാടുക. ഇതാണ് ഭക്തി.
ഇനി പറയാണ്, നോക്കൂ, ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക നല്ലത്, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക അതും വളരെ നല്ലത്. പക്ഷെ ഇത്ര മതിയോ? അപ്പോൾ ഈ ഭക്തിപദത്തിലെ വലിയൊരു ആചാര്യനാണ് ശാണ്ഡില്യം. ശാണ്ഡില്യ ഭക്തിസൂത്രം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട്. വിദ്വാനായിരിക്കുന്ന ആചാര്യനാണ്. അദ്ദേഹം പറയുകയാണെന്ന് ശരിയാണ്, ഭഗവാനെ നിങ്ങൾക്ക് പൂജിക്കാം, ഭഗവാന്റെ നാമങ്ങളൊക്കെ കേൾക്കാം, പക്ഷേ അതുമാത്രമല്ല. പറയാണ് ശാണ്ഡില്യ മഹർഷി പറഞ്ഞു, ആത്മരത്യവിരോധേന ഇതി ശാണ്ഡില്യ. ശാണ്ഡില്യം പറയണു, അതെ ഇതൊക്കെ ആവാം, പൂജയും ജപവും ഒക്കെ ആവാം, അതെങ്ങനെയാകണം? ആത്മരതി അവിരോധേന. വെച്ചാലോ, എന്താണ് സത്യത്തിൽ ഭക്തി? ഭഗവത് ധ്യാനമാണ് ഭക്തി. എന്താ പറഞ്ഞത്? ആത്മരതി അവിരോധം എന്നല്ലേ പറഞ്ഞത്? അതെ. എന്താ ഈ ആത്മരതി വിരോധം വെച്ചാൽ? ഭഗവത് ധ്യാനം. അങ്ങനെയാ വരിക. പറയണേ, ശങ്കരാചാര്യസ്വാമികളും പറയണു, തൻ്റെ വിവേക ചൂടാമണി പറയണു, മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി. എന്താ പക്ഷേ ഈ ഭക്തി എന്ന് പറയുന്നത്? പറയണു, ഭഗവാനിലെ മോക്ഷത്തിന് നമ്മളെ സഹായിക്കുന്ന ഭക്തിയാണ്. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യവിധീയതേ ആത്മതത്വാനുസന്ധാനം ഭക്തിരിത്യ പരേജുഗു. പറയണു, എന്താണ് ഭക്തി? ഭക്തി എന്ന് പറഞ്ഞാലേ ധ്യാനം വേണം. നമുക്കെല്ലാവർക്കും ധ്യാനിക്കാൻ ഇഷ്ടം അല്ലേ? ഒരു പൂജയ്ക്ക് വരൂ എന്നൊക്കെ പറഞ്ഞാൽ പൂജയല്ല, ഞാനൊക്കെ അതിനൊക്കെ ഉയർന്നു കഴിഞ്ഞു. ഭഗവാന്റെ അല്ലേ കഥകളുണ്ട്, ഭഗവാന്റെ ഭജനയുണ്ട്, ഭഗവാന്റെ ഭാഗവത പാരായണം നടക്കണു, വരൂ. അതൊക്കെ തുടക്കക്കാർക്കുള്ളതാ. നമ്മളിപ്പോൾ എവിടെയാ? നമുക്ക് ധ്യാനമാണ് ഇഷ്ടം. വെരി ഗുഡ്. പറയാണ്, ധ്യാനിക്കണം. എല്ലാവർക്കും ധ്യാനിക്കാനാണ് താല്പര്യം. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ സത്യത്തിലായിരുന്നു ധ്യാനിക്കാൻ നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ, നമ്മളുടെ മനസ്സ് എവിടേക്കോ ഒന്നെങ്കിൽ അത് വിക്ഷിപ്തമായിട്ട് എന്തെല്ലാമോ ചിന്തകളിലേക്ക് പോകും, അല്ലെങ്കിൽ അത് വലിയൊരു സ്ഥലത്തിലേക്ക് ലയിക്കുക. എന്താണ്? ലയിച്ചു പോവും. എന്ന് വെച്ചാലോ, നമ്മൾ ഉറങ്ങിപ്പോവും. നമ്മൾ ഇരുന്നിട്ട് ധ്യാനത്തിൽ പോവും, കുറച്ച് കഴിയുമ്പം എഴുന്നേക്കും, നോക്കുമ്പം 9 മണിക്ക് ഇരുന്നാണ് ധ്യാനിക്കാൻ, ഇപ്പം 10:30 മണിയായി. 1.5 മണിക്കൂർ ഞാൻ ധ്യാനിച്ചു. ഡയറിയിൽ എഴുതി വെച്ചു 1.5 മണിക്കൂർ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനസ്സിന് നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുക അങ്ങനെയാണ്. എപ്പോഴാണോ ശാന്തമാവുന്ന ഉടനെ ഉറക്കത്തിലേക്ക് പോയിക്കൊള്ളുക അല്ലേ? അപ്പോൾ ഈ ലയം, വിക്ഷിപ്തം മുതലായിട്ടുള്ള ഭാവങ്ങളിലാണ് പ്രധാനമായിട്ട് നമ്മുടെ ധ്യാനം. പറയാണ്, ഭക്തി പറയണു, ഞങ്ങൾക്കൊരു സജഷനുണ്ട്. ധ്യാനിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്കൊരു സജഷനുണ്ട്, ഞങ്ങൾക്കൊരു പദ്ധതിയുണ്ട്. അത് പറയട്ടെ? പറഞ്ഞോളൂ. പറയാണ്, ഭക്തി ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് എങ്ങനെയാകണം? സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് ധ്യാനിക്കണം. എന്ന് വെച്ചാൽ നോക്കൂ, നമ്മുടെ മനസ്സിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. മനസ്സൊരു കുട്ടിയെ പോലെയാണ് അല്ലേ? ഒരു കുഞ്ഞാണ്, ഒരു ബാലനാണ് മനസ്സ്. ഈ ബാലനെ വല്ലാതെ നമ്മൾ ലാളിച്ചു കഴിഞ്ഞാൽ തലതിരിഞ്ഞു പോകും. അതല്ല, ബാലനെ വളരെ സ്ട്രിക്റ്റായിട്ട് ആടി ഇടിയൊക്കെ ആയിട്ട് നടന്നാൽ അത് ഓടിപ്പോവും. ഒന്നെങ്കിൽ ഒടിഞ്ഞു പോവും, അല്ലെങ്കിൽ വാടിപ്പോവും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം മനസ്സ്. അധ്യാത്മജീവിതത്തിൽ നമുക്ക് ആകെയുള്ള ഒരു പ്രധാനമായ നമ്മുടെ വടി നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിനെ വളരെ വല്ലാതെ ശിക്ഷിക്കരുത്, വല്ലാതെ അയവും ഉണ്ടാവരുത്. അതിങ്ങനെ പതുക്കെ കൃത്യമായിട്ട് അതിൻ്റെ ട്യൂൺ ചെയ്യിക്കണം. അപ്പം നമ്മളെ തന്ത്രി ഉപകരണങ്ങളൊക്കെ വീണയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് വല്ലാതെ ലൂസാണെങ്കിൽ ശബ്ദം ശരിയാവില്ല, വല്ലാതെ ടൈറ്റാണെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പം കൃത്യമായിരിക്കണം. അതുമാതിരി നമ്മുടെ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ഭക്തിശാസ്ത്രത്തിൽ ധ്യാനം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് ധ്യാനിക്കുന്നത്? അവിടെ വ്യത്യാസമുള്ളൂ. ഏത് യോഗത്തിലും
അല്ലെ? അത് ധ്യാനയോഗം, രാജയോഗമാകട്ടെ, ഭക്തിയോഗമാകട്ടെ, ജ്ഞാനയോഗമാകട്ടെ, എല്ലാത്തിലും ധ്യാനം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ ഭക്തിയോഗത്തിൽ ഭക്തിയോഗത്തിന് പ്രത്യേകമായൊരു ടെക്നിക്കുണ്ട്. എന്താ ഭക്തിയോഗം പറയണത്? നമ്മൾ ആദ്യം ധാമധ്യാനം ചെയ്യണം. ആദ്യം തന്നെ പോയിട്ട് സോഹമസ്മി ബ്രഹ്മാഹമസ്മി എന്നൊന്നും ധ്യാനിക്കരുത്. അതൊക്കെ വെറുതെ വാക്കുകളായിട്ട് പോകും. എവിടുന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? ധാമധ്യാനത്തിൽ നിന്നാണ്. എന്താ ഈ ധാമധ്യാനം എന്ന് വെച്ചാൽ ഭഗവാന്റെ കേളീരംഗങ്ങളെ ധ്യാനിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ആദിശങ്കരാചാര്യ സ്വാമികളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം, കാശി പഞ്ചകം, യമുനാഷ്ടകം, ഗംഗാഷ്ടകം, അങ്ങനെ പല 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 സ്തോത്രങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. എന്തിനാണ്? നമ്മുടെ മനസ്സിനെ ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ. ശ്രീമദ് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതിമനോഹരമായിരിക്കുന്ന വൃന്ദാവന വർണ്ണനകളൊക്കെ കാണാം. എന്തിനു വേണ്ടിയിട്ടാ? നോക്കൂ, നമ്മുടെ മനസ്സേ, എന്താ മനസ്സ്? മനസ്സ് എന്ന് പറയുന്നൊരു സാധനമില്ല. അതെന്താ? അത് ചിന്തകളുടെ പ്രവാഹമാണ്. മനസ്സ് ചിന്തകളുടെ പ്രവാഹമാണ്. അപ്പോ ഈ മനസ്സ് എന്താ? ചിന്തകളുടെ പ്രവാഹമായതുകൊണ്ട് എന്ത് ചെയ്യണം? എന്താ ധ്യാനം? പറയണു, ഈ ചിന്തകളുടെ പ്രവാഹത്തെ പതുക്കെ നിയന്ത്രിച്ച് നമുക്ക് അനുകൂലമായ വഴിയിലൂടെ നയിക്കുക. വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ട്. പക്ഷേ എപ്പോഴാണോ നമുക്ക് ആ വെള്ളത്തെ ഒരു ഡാമൊക്കെ കെട്ടി അതിനെ തടഞ്ഞ് അതിൻ്റെ ശക്തി സംഭൃതമാക്കി ഒരു ടണലിലൂടെയൊക്കെ വിടാൻ സാധിക്കുന്നത്, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിക്കാം. വെറുതെ ഒഴുകിപ്പോകുന്ന വെള്ളം, അതേ വെള്ളം കൊണ്ട് തന്നെയാണ് വിദ്യുത് ശക്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ മനസ്സിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. എന്ത് ചെയ്യണം? അതിനെ വളരെ പതുക്കെ 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 അതിനെ ഏകാഗ്രമാക്കണം. എന്നിട്ട് അതിനെ ശരിയായ വഴിയിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് വലിയ റിസൾട്ട്സ് ഉണ്ടാവും. പറയണേ, എങ്ങനെയാണ് ഇത് ആരംഭിക്കേണ്ടത്? പറയണു, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് ഭഗവാന്റെ കേളീരംഗങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, മനസ്സിന് എന്തേ ആഗ്രഹമുള്ളൂ? എന്തെങ്കിലും ചിന്തിക്കണം എന്നേ ഉള്ളൂ, അല്ലേ? വെറുതെ ഇരുന്ന ഈ ലോകത്തെക്കുറിച്ചിട്ടും മറ്റേ ആളുടെ വീട്ടിലെ പശുക്കുട്ടിയെക്കുറിച്ചും പത്തിക്കുട്ടിയെക്കുറിച്ചിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? നമ്മുടെ മനസ്സൊക്കെ എന്താ? ഈ മനസ്സ് ചിന്തകളാണ്. അപ്പം എന്തു ചെയ്യൂ? അതെ, ഈ മനസ്സിനെ അനേകം ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഒറ്റയടയ്ക്ക് തടച്ചു നിർത്താനും നമുക്ക് സാധിക്കില്ല. അപ്പം എന്തു ചെയ്യൂ? നമുക്കിഷ്ടമുള്ളതുപോലെ ചിന്തിക്കൂ. പക്ഷെ എന്ത് ചിന്തിക്കൂ? ഭഗവദ്ധാമം ചിന്തിക്കൂ. അപ്പോൾ മനസ്സിന് സ്വാതന്ത്ര്യമുണ്ട് അവിടെ, അല്ലേ? മനസ്സങ്ങനെ കൽപ്പന ചെയ്യും. എന്താ? അതിമനോഹരമായിരിക്കുന്ന കാളിന്തി നദി. ഇപ്പോഴത്തെ വൃന്ദാവനം അല്ല കേട്ടോ, ശരിയായ ഭാഗവതാദി ശാസ്ത്രങ്ങളുടെ വൃന്ദാവനം, അല്ലേ? ഇപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് അയ്യോ പേടിയാവും. അപ്പം എന്തായാലും ആ വൃന്ദാവനം, അല്ലേ? ആ കാളിന്തി നദി, അതിൻ്റെ മനോഹരങ്ങളായ പുളിനങ്ങൾ, അവിടെ അല്ലേ കളിച്ചു നടക്കുന്നതായ മാനുകളും മലയന്നങ്ങളും, അതിനടുത്തുള്ളതായ പുൽത്തകിടികൾ, ആ പുൽത്തകിടികളിൽ അല്ലേ പുല്ലുമേഞ്ഞുകൊണ്ടിരിക്കുന്ന പശുക്കൾ, മനോഹരമായ വനം, പക്ഷികൾ, മാനുകൾ, അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു നീല കളർ ചക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, അല്ലേ? നീല നിറത്തോടു കൂടിയ ഒരു ചക്കൻ, ഒരു കറുത്ത ചക്കൻ. നീല നിറം ഒരു മനുഷ്യന്മാർക്കില്ല. അപ്പോൾ കറുത്ത ഒരു ചക്കൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഇടയിൽ കൂടെ അവിടെ കൂടെ ഓടി നടക്കുന്നുണ്ട്, പശുക്കളുടെ അടുത്ത് പോകുന്നുണ്ട്, കാളിന്തി പോയി ചാടുന്നുണ്ട്. ഈ ഒപ്പം കുറേ പിള്ളേരും ഉണ്ട്. പിള്ളേരുടെ ഒപ്പം ഒരു മഹാകുസൃതിയായിട്ടുള്ള ഒരു ചക്കൻ അവിടെയൊക്കെ ഓടി നടക്കുന്നതായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കാണും. മനസ്സിന് സ്വാതന്ത്ര്യമുണ്ട്, പലതും ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണു? നമ്മൾ ഈ കാറുളി വർണ്ണനെ ഇടയ്ക്കിടയ്ക്ക് കാണും. കുറച്ച് കഴിയുമ്പോൾ മറ്റു ചിത്രങ്ങളൊക്കെ, അല്ലേ? പുഴയും നദികൾ, എന്താ പറയുക, മരങ്ങളും മാനും അരയന്നും ഒക്കെ ഫീഡായി തുടങ്ങും. കേട്ടോ, നമ്മുടെ മനസ്സ് കൂടുതൽ ഈ ചെക്കൻ്റെ ശരീരത്തിലേക്ക് പോയി തുടങ്ങും. അപ്പോൾ ചെക്കൻ അവിടെ നിന്നു വരും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലിങ്ങനെ
ആ പാദാദി കേശാദിപാദമായിട്ട് ഭഗവാനെ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്, അല്ലേ? അപ്പോൾ ഭഗവാനെ നമുക്ക് ശരിക്ക് മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സസത്കൗസ്തുഭമിടകലരും ചാരുതരാന്തരാളം, അങ്ങനെ നമുക്ക് അംഗപ്രത്യംഗം അഗ്രേ പശ്യാമി തേജോ നിവിഷതരകളായാവലീലോഭനീയം, അല്ലേ? ഭഗവാന്റെ അതിസുന്ദരമായിരിക്കുന്ന രൂപത്തെ പതുക്കെ പതുക്കെ പാദാദികേശമായിട്ടും കേശാദിപാദമായിട്ടും നമ്മുടെ മനസ്സിനിങ്ങനെ കാണാൻ പറ്റും. എപ്പോ? ഏതൊരു മനസ്സാണോ ധാമധ്യാനം കൊണ്ട് ശുദ്ധമായത്, ആ ധാമധ്യാനം കൊണ്ട് അതൊരു എക്സസൈസാണ്. ആ ധാമധ്യാനം കൊണ്ട് എപ്പോഴാണോ നമ്മുടെ മനസ്സ് ശുദ്ധവും ഏകാഗ്രവും ആവുന്നത്, അപ്പം നമുക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാന്റെ രൂപം ഇങ്ങനെ നമ്മുടെ അകക്കണ്ണുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റും. പദാദികേശം കേശാദിപാദം, അങ്ങനെ കുറച്ചു കാലം നമ്മളിങ്ങനെ ഭഗവാന്റെ രൂപമൊക്കെ കണ്ട് 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 നമ്മുടെ മനസ്സ് ഭഗവാന്റെ ആ രൂപത്തിലേക്ക് അങ്ങോട്ട് ആകൃഷ്ടമായിട്ട് വരുമ്പോൾ പതുക്കെ നമ്മുടെ മനസ്സ് ഭഗവാന്റെ മുഖപങ്കജത്തിൽ ഉറയ്ക്കാൻ തുടങ്ങും. പതുക്കെ പതുക്കെ ഭഗവാന്റെ മറ്റു രൂപഭാവങ്ങൾ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളൊക്കെ മറന്ന് നമ്മുടെ മനസ്സ് ഭഗവാന്റെ അംഗധ്യാനത്തിലേക്ക് ആകൃഷ്ടാവും. ഭഗവാന്റെ മുഖപങ്കജം അങ്ങനെ കണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. എന്നിട്ടോ പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സ് ഇപ്പം നമുക്ക് എന്തൊക്കെ കാണാം? ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന കുറുനരയുണ്ട്, നെറ്റിത്തടമുണ്ട്, അതിൽ ഗോരോചനക്കുറിയുണ്ട്, പിന്നെ 2 ചില്ലിയുകളങ്ങളുണ്ട്, അതിസുന്ദരങ്ങളായിരിക്കുന്ന താമര, അല്ലേ? നീലത്താമര പോലെ നീണ്ടിരിക്കുന്ന ഭഗവാന്റെ നയനങ്ങളുണ്ട്, പിന്നെ ആ മണികുണ്ടലങ്ങൾ ഇങ്ങനെ പ്രതിബിംബിക്കുന്ന മനോഹരങ്ങളായ അവിടുത്തെ കവിൾത്തടങ്ങളുണ്ട്, എള്ളിൻ പൂവിനൊത്ത നാസയുണ്ട്, അതിസുന്ദരങ്ങളായ ചുണ്ടുകളിൽ വിരിഞ്ഞിരിക്കുന്നതായ മന്ദഹാസമുണ്ട്. അതൊക്കെ അങ്ങനെ കാണാം. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുന്നറിയോ? ബാക്കിയൊക്കെ മറഞ്ഞു പോവും. നമുക്ക് നമ്മുടെ മനസ്സ് ഭഗവാന്റെ നേത്രങ്ങളിൽ ആസക്തമാവും. ആകെ ഭഗവാന്റെ മനോഹരമായ രൂപത്തിൽ നിന്ന് മുഖത്തു വന്നു, മുഖത്തു നിന്ന് ഭഗവാന്റെ കണ്ണുകളിലേക്ക് നമ്മുടെ മനസ്സ് നിഷ്ഠമായിട്ട് തീരും. അങ്ങനെ എപ്പോഴാണോ നമ്മുടെ മനസ്സ് ഭഗവാന്റെ തൃക്കണ്ണുകളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കുറേ കഴിയുമ്പോൾ എന്ത് പറ്റുന്നറിയോ? ആ അതിമനോഹരങ്ങളായിരിക്കുന്ന കണ്ണുകളും അപ്രത്യക്ഷമാവും. എന്നിട്ടോ ആ കണ്ണുകളിൽ തത്തിക്കളിക്കുന്ന നമ്മളോടെല്ലാവരോടുമുള്ള പ്രേമം, ഈ ലോകത്തിലെ ഓരോ ജീവനോടുമുള്ള ഭഗവാന്റെ അത്യധികമായിരിക്കുന്ന സ്നേഹം, കാരുണ്യം, അല്ലേ? നമ്മളോടുള്ളതായ ആ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഭഗവാന്റെ മാഹാത്മ്യം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ധ്യാനിക്കൂ. ഇപ്പം നമ്മൾ ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ധ്യാനിക്കുക പറഞ്ഞാൽ ഭഗവാൻ ചെയ്ത എന്തെങ്കിലും കർമ്മങ്ങളെ നമുക്ക് ഓർക്കാൻ പറ്റുള്ളൂ. ഭഗവാന്റെ മാഹാത്മ്യത്തോടു കൂടിയ കർമ്മങ്ങൾ, മാഹാത്മ്യം ചിന്തിക്കാൻ പറ്റില്ല. ഭഗവാന് നമ്മളോടുള്ള പ്രേമത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഉടനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ പ്രേമം കൊണ്ടുണ്ടായ എന്തോ ഒരു കർമ്മം, ഒരു ക്രിയ, ഒരു അനുഭവം ചിന്തിക്കും. ഭഗവാന്റെ ഈ പ്രേമത്തെ, അല്ലേ, അതിനെ ആക്ച്വലി ആസ് ഇറ്റ് ഈസ് യഥാതഥമായിട്ട് ഇപ്പം അനുഭവിക്കാൻ സാധ്യമല്ല. പക്ഷെ ഏതൊരു മനസ്സാണോ ഈ ഭക്തിയുടെ ധ്യാന ഘട്ടങ്ങളെ, ധ്യാനത്തിൻ്റെ പടികളെ കടന്നു പോകുന്നത്, പതുക്കെ ഭഗവാന്റെ സഗുണരൂപത്തിൽ നിന്ന് ഭഗവാന്റെ സാകാരത്തിൽ നിന്ന് സഗുണത്തിലേക്ക് പ്രവേശിക്കും. നമ്മുടെ മനസ്സ് ഈശ്വരീയമായ പ്രേമം എന്താണ്, ഈശ്വരീയമായ കാരുണ്യം എന്താണ്, ഈശ്വരീയമായ മാഹാത്മ്യം എന്താണ്, ഇതിലെല്ലാം ആസക്തമായി തുടങ്ങും. അങ്ങനെ എപ്പോഴാണോ നമ്മുടെ മനസ്സ് ഭഗവാന്റെ ഗുണങ്ങളിൽ ആസക്തമായി തീരുന്നത്, അങ്ങനെ ഭഗവാന്റെ ഗുണങ്ങളിൽ ആസക്തമായി അതിൽ മുഴുകുന്ന മനസ്സ് പതുക്കെ ഒരു ദിവസം ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും.
ഇതാരാണ്? ഇത്രയും എല്ലാവരോടും പ്രേമത്തോടുകൂടി, കൃപയോടുകൂടി, ആനന്ദത്തോടുകൂടി ഇരിക്കുന്ന ഈ ഭഗവാൻ ആരാണ് എന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്വയം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഗുരുവൈദ്യനാകട്ടെ, ശാസ്ത്രങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് ആരാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കി തരും. അതിനെയാണ് തത്വധ്യാനം എന്ന് പറയാം. അപ്പോൾ ആ തത്വം, ഭഗവാന്റെ തത്വത്തെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് മനസ്സിലാവും, ഈ ഭഗവാൻ എന്ന് പറഞ്ഞ് ഞാൻ ധ്യാനിച്ചിരുന്ന ആളാണ് എൻ്റെ സ്വത്വം. സത്യത്തിലെ ഭഗവാനേ ഉള്ളൂ. അല്ലേ? ഈ ശരീരമനോബുദ്ധികളിലൂടെ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ സത്യത്തിൽ ഭഗവാൻ തന്നെയാണ്, ഞാനാണ് എന്ന് എനിക്ക് തോന്നിയതാണ്. ഈ അജ്ഞാനമില്ലാതായി നമ്മുടെ മനസ്സിൽ ആ പരമമായിരിക്കുന്ന അദ്വൈത ഭക്തി ഉണ്ടാകും. എന്താ അദ്വൈത ഭക്തി? നോക്കൂ, അദ്വൈത ഭക്തി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അല്ലേ? ഇവിടെ എന്തെല്ലാം നമ്മൾ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ, അതൊക്കെ സത്യത്തിൽ ഈശ്വരൻ മാത്രമാണ് എന്ന തത്വത്തിലേക്ക് നമ്മുടെ മനസ്സെത്തും. ആ ഈശ്വരൻ, ഞാൻ എന്ന ആ രണ്ട് വ്യത്യാസങ്ങൾ പതുക്കെ ലയിച്ച് ഈശ്വരൻ മാത്രമായി തീരും. ഏകമേവാദ്വിതീയമായ പരമാനന്ദപ്രാപ്തി നമുക്കുണ്ടാവും. ഇതാണ് ഭക്തിയുടെ വഴി. ഭക്തിക്കും ധ്യാനമുണ്ട്. പക്ഷേ ഭക്തിയുടെ ധ്യാനം മനസ്സിനെ പിടിച്ചു കെട്ടിക്കൊണ്ടല്ല. അല്ലേ? യോഗസ്തു ചിത്തവൃത്തി നിരോധ. അപ്പോൾ രാജയോഗത്തിലെ ധ്യാനത്തിൻ്റെ ആദ്യവും അന്ത്യവും ചിത്തവൃത്തികളെ നിരോധിക്കലാണ്, പിടിച്ചുകെട്ടലാണ്. ഭക്തിയോഗത്തിൻ്റെ ധ്യാന പദ്ധതി ചിത്തവൃത്തികളെ പിടിച്ചുകെട്ടുകയല്ല, പിന്നെയോ ചിത്തവൃത്തികളെ നമ്മുടെ ആത്മീയമായിരിക്കുന്ന വികാസത്തിന് അനുഗുണമാകുന്ന വിധം മാറ്റുകയാണ്. ചിത്തവൃത്തികൾ നമുക്ക് ശത്രുക്കളാണ് എന്ന് എന്ത് ചെയ്യുന്നില്ല, എന്ന് നമ്മുടെ ഭക്തിപദം വിചാരിക്കുന്നില്ല. ചിത്തവൃത്തികളൊക്കെ നമുക്കെന്താവാം? സുഹൃത്തുക്കളാവാം. അല്ലേ? ആ ചിത്തവൃത്തികളെ നമുക്ക് അനുഗുണമാക്കി തീർത്താൽ ആ ചിത്തവൃത്തികൾ തന്നെ, ഏതൊരു ചിത്തവൃത്തിയാണോ നമ്മളെ ഈ ലോകത്തിലേക്ക് വലിച്ചിഴച്ചിരുന്നത്, അതേ ചിത്തവൃത്തികൾ നമ്മളെ പതുക്കെ ഭഗവാനിലേക്ക് കൊണ്ടുപോകും, വളരെ സ്വാഭാവികമായിട്ട്. അവിടെ വലിയതായ പ്രഷറും അടിക്കലും ഇടിക്കലും പിടിക്കലും ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണു? നമ്മുടെ മനസ്സിന് അനുഗുണമായ രീതിയിൽ പതുക്കെ മനസ്സിൽ അതിനിഷ്ടപ്പെടുന്ന വിഷയങ്ങളെ ചിന്തിപ്പിച്ച് പതുക്കെ സൂക്ഷ്മങ്ങളാക്കി പരമമായ സത്യത്തിലേക്ക് മനസ്സ് സ്വയം ലയിക്കും. ഇതാണ് ഭക്തിയോഗത്തിൻ്റെ ധ്യാന പദ്ധതി. ഭക്തിക്കും ധ്യാനമുണ്ട്. ഇതിനെയാണ് മൂന്നാമത്തെ സൂത്രത്തിൽ, അതായത് മൂന്നാമത്തെ തലത്തിൽ ശാണ്ഡില്യൻ പറയുന്നത് ആത്മരതി അവിരോധേന. അവസാനം ഇതെവിടെ ചെന്ന് ചേരണം? നമ്മുടെ ധ്യാനം ആത്മരതിയിൽ, ആത്മാവുമായിട്ട് ഒന്നായിത്തീരുന്ന അവസ്ഥയിലേക്ക് എത്തണം. പക്ഷെ എവിടെ നിന്ന് തുടങ്ങാൻ? നമുക്ക് എവിടെയാണോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്, നമുക്ക് മനസ്സ് എത്രത്തോളം സ്ഥൂലമാണ്, എത്രത്തോളം സൂക്ഷ്മമാണ് എന്നതിനെ അനുഷ്ഠിച്ച് നമ്മുടെ മനസ്സ് വളരെ സ്ഥൂലമാണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണു? നമ്മൾ ഭഗവാന്റെ ധാമധ്യാനത്തിൽ നിന്ന് തുടങ്ങി, ധാമധ്യാനത്തിൽ നിന്ന് പതുക്കെ രൂപധ്യാനത്തിലേക്കും, രൂപധ്യാനത്തിൽ നിന്ന് ഭഗവാന്റെ അംഗധ്യാനത്തിലേക്കും, അംഗധ്യാനത്തിൽ നിന്ന് നേത്രധ്യാനത്തിലേക്കും, നേത്രധ്യാനത്തിൽ നിന്ന് ഭഗവാന്റെ അനന്തങ്ങളായിരിക്കുന്ന കാരുണ്യമിത്യാദികളായിരിക്കുന്ന ഗുണധ്യാനത്തിലേക്കും. ആ ഗുണധ്യാനം സംഭവിക്കുമ്പോൾ
ഈ ഗുണങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്ന ഭഗവാന്റെ യഥാർത്ഥമായ തത്വം എന്താണ് എന്ന തലത്തിൽ തത്വധ്യാനത്തിലും എത്തി മനസ്സെന്ത് ചെയ്യും? ആ മനസ്സ് ഭഗവാനിൽ ലയിക്കും. അപ്പോ ഈ മനസ്സിൻ്റെ ഭഗവാനിലെ ലയമാണ് എന്ത്? ഭക്തിയോഗത്തിലെ ധ്യാനം. അത് എപ്പോഴാണ് സംഭവിക്കണ്ടേ? കുലശേഖരൻ പറയാൻ നമ്മളോട്, അതേ അവസാന സമയത്തേക്കൊന്നും വെച്ചേക്കരുത്. നമ്മൾ അജാമിളോപാഖ്യാനം കേട്ടിട്ടുണ്ട്. അപ്പോഴോ അവസാന സമയത്ത് നാരായണാന്ന് വിളിച്ചു. ആരെയാണ് വിളിച്ചത്? മകനെയാണ് വിളിച്ചത്. പക്ഷേ നാരായണാന്ന് മകനെ വിളിച്ചപ്പോഴേക്കും ദേ എന്ത് കണ്ടു? തന്നെ കയറിട്ട് വലിക്കാൻ വന്നതായ യമഭടന്മാരെ തടുത്തുകൊണ്ട് നാരായണ പാർഷദന്മാർ വരുന്നതായിട്ട് കണ്ടു. അതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം അദ്ദേഹം പുറത്തു വന്നു. നമ്മൾ ഇത്രേ കേൾക്കുന്നുള്ളൂ, സത്യത്തിൽ അങ്ങനെയല്ല കഥ. ഭാഗവതം പറഞ്ഞെന്താ? അതിനുശേഷം അദ്ദേഹത്തിന് മനസ്സിലായി, അയ്യോ കഷ്ടം അല്ലേ, ഞാൻ എൻ്റെ ജീവിതം വ്യർത്ഥാക്കി കളഞ്ഞല്ലോ. അവസാന നിമിഷത്തിൽ എനിക്ക് ആശ്രയമായിട്ട് ഭഗവാന്റെ നാമം മാത്രമേ ഉണ്ടായുള്ളൂ, എന്നാൽ ആ ഭഗവാന്റെ നാമം ഞാൻ ജപിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവസാന കാലത്ത് എല്ലാം വിട്ടെറിഞ്ഞ് ഹരിദ്വാരത്തിൽ പോയി ഗംഗാതടത്തിൽ വസിച്ച ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് മുക്തനായി എന്നാണ്. അല്ലാതെ ആ ഒരു നിമിഷം മുക്തനായിട്ടൊന്നുമില്ല. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം അദ്ദേഹത്തിനുണ്ടായി, ആ ഒരു ദർശനം ഉണ്ടാവാൻ. എന്തായാലും പറഞ്ഞു വന്നെന്താ? അതുപോലെ നമുക്കും എന്ത് ചെയ്താൽ മതി? അവസാന നിമിഷം അന്തേ നാരായണ സ്മൃതി, അവസാന നിമിഷം ഭഗവാനെ സ്മരിക്കാം. അങ്ങനെയൊന്നും വിചാരിക്കരുത്. എന്തുകൊണ്ട്? അവസാന നിമിഷത്തിൽ എന്താ നമ്മൾ ചിന്തിക്കാൻ പോകുന്നതെന്നുള്ളത് ഇപ്പം നമ്മൾ എന്താ ചിന്തിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടിരിക്കും. ഏതൊരു ചിന്തയാണോ നമ്മുടെ ദൈനംദിനികമായ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്നത്, എന്തിലേക്കാണോ നമ്മുടെ മനസ്സാകൃഷ്ടമാകുന്നത്, എவ்விധങ്ങളായ ചിന്തകളെയാണോ നമ്മൾ എപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്, അവ്വിധങ്ങളായ ചിന്തകൾ മാത്രമേ മരണസമയത്ത് വരുള്ളൂ. ആ സമയത്ത് സച്ചിദാനന്ദ രൂപനായ ഭഗവാനെ സ്മരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഇപ്പോഴേ സ്മരിച്ചു തുടങ്ങണം. അതുകൊണ്ടാണ് ആഴ്വാർ, കുലശേഖര ആഴ്വാർ നമ്മൾ പറയാണ് അദ്ദേഹത്തിന് മനസ്സിനോട് പറയാണ്, കൃഷ്ണ ത്വദീയ പദ പങ്കജ പഞ്ചരാന്തം അദ്യൈവമേ വിശതു മാനസരാജഹംസഃ പ്രാണപ്രയാണ സമയേ കഫവാതപിത്തൈ കണ്ഠാവരോധന വിധൗ സ്മരണം കുതസ്ഥേ. അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഒരു കാര്യം ചെയ്തു തരണം എനിക്ക്. എന്താ? എൻ്റെ മനസ്സാകുന്ന ഈ അരയന്നത്തെ ഇപ്പോഴേ കൂട്ടിലിട്ടേക്കണം. ഏത് കൂട്ടിൽ? അങ്ങയുടെ പാദപങ്കജങ്ങളാകുന്ന കൂട്ടിൽ എൻ്റെ മനസ്സിനിട്ടേക്കണേ ഭഗവാനെ ഇപ്പോൾ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? പറയാണ്, ഭഗവാനെ ഇവരൊക്കെ പറയണു അന്ധകാലത്തിൽ ഏറ്റവും അവസാന സമയത്ത് ഭഗവാനെ സ്മരിച്ചാൽ മതി എന്നൊക്കെ പറയണു. പക്ഷേ ആ അവസാന സമയത്ത് കഫവാതപിത്തൈഹി കണ്ഠാവരോധന വിധവും, നമ്മുടെ കഫവും വാതവും പിത്തവും ഒക്കെ ഇളക്കി നമ്മുടെ കണ്ഠത്തെ എന്താ പറയുക, രുന്ധനം ചെയ്ത് മുടക്കി നമ്മുടെ പ്രാണനെ ഇങ്ങനെ അമർത്തുന്ന സമയത്ത് എപ്പോഴെങ്ങനെയാണ് ഭഗവാനെ അങ്ങേ ഓർക്കാൻ പറ്റുക? അതുകൊണ്ട് ഇപ്പം തന്നെ എൻ്റെ മനസ്സിനെ അങ്ങയുടെ പാദങ്ങളിലേക്ക് ചേർത്ത് കൊള്ളണേ എന്നാണ്. അപ്പം ഇതാണ് ധ്യാനത്തിൻ്റെതായ തലം ഭക്തി. അപ്പോൾ ഒന്നാമതായിട്ട് പൂജാതി ശരീരം കൊണ്ട്, 2 കഥാതി വാക്കുകൊണ്ട്, 3 ധ്യാനം മനസ്സുകൊണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3 തലങ്ങളിലും നമുക്ക് പതുക്കെ പതുക്കെ മുന്നോട്ട് പോകണം അല്ലേ? ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഭഗവാനെ ചിന്തിക്കാൻ, ഭഗവാന്റെ നാമങ്ങൾ പാടാൻ, ഭഗവാനെ സേവിക്കാൻ നമുക്ക് തുടങ്ങണം എന്നാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതെല്ലാം കഴിഞ്ഞിട്ട് നാരദൻ തൻ്റെ അഭിപ്രായം വീണ്ടും സംഗ്രഹിക്കുകയാണ്. പറയണു, നാരദസ്തു തദർപ്പിത അഖിലാചാര തദ് വിസ്മരണേ പരമവ്യാകുലത ഇതി.
നാരദൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പരമമായ ഭക്തി? കോൺസ്റ്റന്റ് റിമംബറൻസ് ഓഫ് ഗോഡ് ആൻഡ് ഡെഡിക്കേഷൻ ഓഫ് ഓൾ ആക്ഷൻസ് ടു ഹിം. എന്താണ് നാരദൻ്റെ ഭക്തി? നാരദൻ്റെ പരമഭക്തി എന്താ? കോൺസ്റ്റന്റ് റിമംബറൻസ്. എപ്പോഴും എന്തു ചെയ്യുമ്പോഴും യദ്യത് കർമ്മ, നോക്കൂ, എല്ലാം നടന്നുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ? ഗോപികമാര് ആ തൈര് വെക്കാൻ പോകുമ്പോൾ എന്താ ചോദിക്കുന്നത്? കണ്ണനെ വേണോന്നാണ് ചോദിക്കുന്നത്. ഈ കണ്ണനും വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസമൊക്കെ മറന്നുപോയി. ഒരിക്കലുണ്ട് ഒരു ഗോപിക ഇരുന്ന് ധ്യാനിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നാരദൻ പോയി ചോദിച്ചു, അമ്മേ, ഞങ്ങൾക്കൊക്കെ ഭഗവാനെ ധ്യാനിക്കണം. എന്തുകൊണ്ട്? ഭഗവാൻ ഞങ്ങളുടെ മനസ്സിലല്ല, അവിടെയൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിനെ ഒതുക്കി ഭഗവാനെ ധ്യാനിക്കണം. അമ്മ എന്തിനാ ഈ ധ്യാനിക്കാൻ നോക്കുന്നത്? പറയാണ്, ഞാൻ ധ്യാനിക്കാൻ നോക്കുന്നതേ ഇയാളെ ഒന്ന് പുറത്താക്കാനാ. ഒരു കാര്യം ചെയ്യാൻ വയ്യാണ്ടായി. എന്തേ? എവിടെയൊക്കെ നോക്കുമ്പോഴും അവിടെയൊക്കെ അയാൾ മാത്രമേ ഉള്ളൂ അല്ലേ? പശുവിനെ കറക്കാൻ വയ്യാണ്ടായി അല്ലേ? ആ പാലെടുക്കാൻ വയ്യാണ്ടായി, അത് കടയാൻ വയ്യാണ്ടായി. കടയാൻ വേണ്ടി പാത്രം എടുക്കുമ്പോൾ അയാൾ അല്ലേ? അതിൽ കടകോലിടുമ്പോൾ അയാൾ, അത് തിരിയുമ്പോൾ അയാൾ, എല്ലാം കൊണ്ടും വലിയ വിഷമമായി എനിക്ക്. എന്തേ? ഇയാളെ ഒന്ന് കുറച്ച് നേരത്തേക്ക്, ദിവസം ഒരു 10 മിനിറ്റ് ഇയാളൊന്ന് പുറത്ത് നിൽക്കുകയാണെങ്കിൽ, അതാണ് യഥാ വ്രജഗോപികാനാം. അതാണ് ഉദാഹരണം പറയുന്നത് നാരദൻ അല്ലേ? ഈ ആത്മരത്യ വിരോധം, അല്ലെങ്കിൽ ഈ പറയുന്ന നാരദൻ തദർപ്പിത അഖിലാചരത തദ്വിസ്മരണേ പരമവ്യാകുലത, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എത്രയോ പേരിലുണ്ടായിട്ടുണ്ട്. ഇനി നാരദഭക്തത്തിൻ്റെ അവസാനത്തിൽ അവിടുന്ന് തന്നെ വലിയൊരു ലിസ്റ്റ് തരും നമുക്ക് അല്ലേ? പ്രഹ്ലാദനുണ്ട് അതിലെ, മഹാബലിയുണ്ട് അതിലെ, മഹാമഹാത്മാക്കളായിട്ടുള്ള നാരദൻ സ്വയമുണ്ട് അതിൽ, എത്രയോ ഭക്തരുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഭഗവാൻ നാരദൻ വ്രജഗോപികളെ ഉദാഹരണമാക്കുന്നത്? നോക്കൂ, നമ്മുടെ മനസ്സിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? അതെ, അതൊക്കെ അവർക്ക് പറ്റൂട്ടോ. ആർക്ക് പറ്റും? അല്ല, ഈ മഹർഷിമാർക്കൊക്കെ, അവർക്കൊക്കെ ധ്യാനിക്കാൻ പറ്റും. പിന്നെ വലിയ വലിയ രാജാക്കന്മാർക്കൊക്കെ ധ്യാനിക്കാൻ പറ്റും. നമുക്കൊക്കെ പറ്റുമോ ഇത്? ഈ ഒരു ചോദ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിരിക്കുന്നത്? വ്രജഗോപികമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആരാ വ്രജഗോപികമാരെ? ഒരു പഠിത്തോ അല്ലെ, ഒരു പരിഷ്കാരോ, വലിയ ജാതി മഹിമയോ, വലിയ ധനമോ ഒന്നുമില്ലാത്തവരാണ്. അപ്പോൾ ഈ ലോകത്തിലെ എന്തെല്ലാമാണോ ഉദാത്തങ്ങളായിട്ടും ഉത്തമങ്ങളായിട്ടും കരുതി, അതൊന്നുമില്ലാത്തവരാണ് വ്രജഗോപികൾ. അങ്ങനെയുള്ള വ്രജഗോപികമാർക്ക് ഭഗവാനെ പ്രേമിക്കാമെങ്കിൽ നമുക്കെല്ലാവർക്കും ഭഗവാനെ പ്രേമിക്കാം. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പം. പക്ഷേ ഒരിക്കലും ഭഗവത് പ്രേമത്തിൽ അല്ലേ ജാതി, നീതി, കുലം, ഗോത്രം ഇത്യാദികളായിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളില്ല. പറയുന്നു ഭഗവാൻ, സ്ത്രീയോ വൈശ്യ തഥാ ശൂദ്ര തേപിയാന്തി പരാംഗതി. ഈ ഭഗവാന്റെ ഭക്തിയുടെ ഈ പദത്തിൽ ആരോ ജാതിയോ മതമോ സ്ത്രീയാണോ പുരുഷനാണോ അതിനൊന്നും യാതൊരു വിധത്തിലുള്ള അർത്ഥമില്ല. ആർക്കും ഭഗവാനിലെത്താം. ഇതിലൂടെ? ഭക്തിയിലൂടെ. അങ്ങനെ അപ്പോൾ എന്താണ് സത്യത്തിൽ ഭക്തി? ഒറ്റ വാക്യത്തിൽ എന്താ സത്യത്തിൽ ഭക്തി? പരമപ്രേമമാണ് പറഞ്ഞു. പക്ഷെ ഈ പരമപ്രേമം എന്നൊക്കെ ഇങ്ങനെ പറയാമെന്നല്ലാതെ അതെന്താണ് പറയാണ്? അത് ഭഗവാനെ സന്തതം സ്മരിക്കാനും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ ആരാധനയായി ചെയ്യുവാനുമുള്ള ഒരു വഴിയാണ്, ഒരു ഭാവമാണ്. എന്തും ചെയ്യുമ്പോൾ അതെല്ലാം ഭഗവത് കർമ്മങ്ങളായി തീരൽ എന്നുവെച്ചാലോ, നമ്മൾ ഭഗവാനിൽ വസിക്കുന്നു. നമ്മുടെ വീട് അതെന്താണ്? അത് വൈകുണ്ഠം തന്നെയാണ് അല്ലേ? നമ്മുടെ മക്കളായിട്ടും നമ്മുടെ ഭർത്താവായിട്ടും നമ്മുടെ ഭാര്യയായിട്ടും നമ്മുടെ ബന്ധുക്കളായിട്ടും എല്ലാം നോക്കൂ, ഭക്തിയുടെ തലത്തിൽ ഉയർന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്തായിത്തീരുന്നു? ഭഗവാൻ തന്നെ ആയിത്തീരുന്നു. യദ്യത് ഭവ്യം അല്ലേ? എന്താണ്? ഇവിടുത്തെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഭഗവാനായി മാറുന്ന സർവം ഖല്യുദം ബ്രഹ്മ
എല്ലാം സച്ചിദാനന്ദരൂപനായ പരമാത്മാവാണെന്നുള്ള ഒരു അനുഭൂതിയിലേക്ക് നമുക്കുയർന്ന് നമ്മുടെ മനസ്സ് പതുക്കെ സകലവിധ ദ്വൈതഭാനങ്ങളും തീർന്ന് നമ്മൾ സച്ചിദാനന്ദരൂപനായ പരമാത്മാവിലൊന്നായി തീരൽ തന്നെയാണ് ഭക്തി. അതിൻ്റെ ആരംഭത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, പക്ഷെ അവസാനം ഏകമേവാദ്വിതീയമായിരിക്കുന്ന ആത്മാനുഭൂതി തന്നെയാണ് ഭക്തി. അപ്പോൾ നമ്മൾ ഇന്നലെ ഭഗവാനെക്കുറിച്ച് ശ്രവിച്ചു. ഇന്ന് നമുക്ക് ശ്രവിക്കാനുള്ളത് ഭക്തനെക്കുറിച്ചിട്ടാണ്. ഇന്ന് വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ദിനമാണ് അല്ലേ ഭക്തനെക്കുറിച്ച് ചിന്തിക്കാൻ. ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തൻ്റെ ദിനമാണെന്നാണ്. ആ ഭക്തന് സാക്ഷാത്കാരം കിട്ടിയ ദിനം അല്ലേ. ഇന്ന് കുചേല ദിനമാണിന്ന്. കുചേല ജയന്തി അല്ല, കുചേല ദിനമാണ്. ഇന്നാണത്രേ ഈ കുചേലൻ ഭഗവാനെ കണ്ട ദിവസമാണെന്നാണ്. ഉണ്മാനില്ലാഞ്ഞ് ഒരു പിടിയവിലും കൊണ്ടു ചെന്നാൻ കുചേലൻ, സമ്മാനിച്ചങ്ങിരുത്തി ത്രിഭുവന പെരുമാൾ ആദരാൽ ചോറു നൽകി. സമ്മോദം പൂണ്ടാമുരഹരനവിലും തിന്നു പോരും ദശായാം ബ്രഹ്മാനന്ദം കുചേലന് അനവധി ധനവും നൽകിനാൻ നന്ദസൂനു. ഒറ്റ ശ്ലോകത്തിലെ കുചേലവൃത്തം അല്ലേ. ഇന്ന് വളരെ വിശിഷ്ടമായിട്ടുള്ള ദിനം. എന്തുകൊണ്ടാണ്? ഇന്നാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലേ. ഈ മറ്റു ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ ചുമ്മാ, ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് അല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കേണ്ടതാണ്. കുചേലവൃത്തമൊക്കെ ഒന്ന് വായിക്കണം നമുക്ക്. ആരാണ് ഭഗവാൻ? ആരാണ് ഈ സുധാമാവ്? കുചേലൻ എന്ന് പറഞ്ഞത് വസ്ത്രമൊക്കെ അത്രത്തോളം വൃത്തികേടായതുകൊണ്ട് കുചേല, ചേല വസ്ത്രം, അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് സുധാമാവ് എന്നാണ്. ഈ സുധാമാവ് അല്ലെ വെറും ദരിദ്രനായിട്ടുള്ള ഒരു മനുഷ്യൻ. ശ്രീ ഭഗവാനോ ലോകത്തിൻ്റെ മുഴുവൻ അധിപതി അല്ലേ. അവരെ കുറച്ചു കാലം, ഒരു 41 ദിവസം മറ്റേ സന്ദീപിനിയുടെ ആശ്രമത്തിൽ ഒരുമിച്ച് ജീവിച്ചു. ആ ഒരു പ്രേമം ഭഗവാൻ ഒരിക്കലും മറന്നിട്ടില്ല. കുറേ കഴിഞ്ഞു, നമുക്ക് കഥയൊക്കെ നമുക്കറിയാം, കഥയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അവസാനം ആ സുധാമാവ് ഭഗവാന്റെ അടുത്ത് എത്തിയപ്പോഴേ അല്ലേ, നേരത്തെ താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുണ്ടോ അല്ലേ, ഒരിക്കലും കരയാത്തതായ ഭഗവാന്റെ നേത്രങ്ങളിൽ നിന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് വന്നു എന്നാണ്. തൻ്റെ കൂട്ടുകാരനെ അങ്ങനെ നടന്ന് ആകപ്പാടെ ദയർത്തു മുഷിഞ്ഞിരിക്കുന്നതായ ആ പാവം ദരിദ്ര ബ്രാഹ്മണനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ടോ ലക്ഷ്മി മഞ്ചത്തിലാണ് ഇരുത്തുന്നത്. ആരാ കാല് കഴിയുന്നത്? സാക്ഷാൽ മഹാലക്ഷ്മി അല്ലേ. എല്ലാം കഴിഞ്ഞു. ഈ സുധാമാവിന് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചോദിക്കണമെന്നൊന്നുമില്ല, ഭഗവാനെ ഒന്ന് കാണണം എന്ന് വെച്ച് മാത്രം വന്നു. ഭഗവാനെ കണ്ടു. ഭഗവാൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത വിധത്തിൽ ഭഗവാൻ ആ കൂട്ടുകാരനെ സേവിച്ചു. സ്വയം കാല് കഴുകി, ആ ജലം തളിച്ചു. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ അറിയാത്ത വിധത്തിലായി. അവിടുന്ന് കൊണ്ടുവന്നതായ ആ പൃഥുകം അല്ലേ, അത് എന്തോ ഏറ്റവും കല്ലും ഒക്കെ തീർന്നിട്ടുള്ളതായിട്ടുള്ള ആ അവില് ഈ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ വസ്തു എന്ന കഴിച്ചു. രണ്ടാമത് കഴിക്കാൻ പോയപ്പോൾ ഭഗവതി പറഞ്ഞു, എന്നെ ദാസവേലയ്ക്ക് വിടരുത്, അവിടെ അത് നിർത്തിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇത് ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മഹാലക്ഷ്മി അവിടെ പോയിട്ട് അടിച്ചു വരേണ്ടി വരും. അത്രത്തോളം ഭഗവാനോട് പ്രേമത്തോടു കൂടി വന്നു. ഭഗവാന് ഈ അവിൽപ്പൊതി, തൻ്റെ ജന്മദുരിതങ്ങളാകുന്ന ആ അവിൽപ്പൊതി ഭഗവാന് സമർപ്പിച്ചു. ഭഗവാൻ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അയാൾക്ക് എന്താ പറയുക, അദ്ദേഹം പൈസ ചോദിച്ചില്ല, ഭഗവാൻ കൊടുത്തുമില്ല അല്ലേ. ബ്രഹ്മാനന്ദം കുചേലൻ്റെ മനസ്സിൽ പൈസ വേണമെന്നോ ധനം വേണമെന്നോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. വന്നു, കണ്ടു,
സന്തോഷമായി തിരിച്ചുപോയി. പക്ഷെ നമുക്കറിയാം ഭഗവാൻ വേണ്ടതെല്ലാം കൊടുത്ത. അപ്പോൾ ആരാണ് ഭക്തൻ? ഇന്ന് നമ്മുടെ വിഷയം അതാണ്. ആരാണ് ഭക്തൻ? ഗീതയിൽ വളരെ മനോഹരമായിട്ട് ഭക്ത ലക്ഷണങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് 7-ാം അധ്യായത്തിലെ ഒരു 2 ഭാഗങ്ങളാണ്. ശ്ലോകങ്ങൾ നമുക്ക് ചൊല്ലിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ചതുർവിധാ ഭജന്തേ മാം ജനാ സുകൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ തേഷാം ജ്ഞാനീ നിത്യയുക്തഃ ഏകഭക്തിർവിശിഷ്യത്തെ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച മമ പ്രിയഃ. പറയാണ് ഭഗവാൻ, ഈ ലോകത്തിൽ എനിക്ക് 4 വിധത്തിലുള്ള ഭക്തന്മാരുണ്ട്. ഈ 4 വിധത്തിലുള്ള ഭക്തന്മാരും എനിക്കിഷ്ടമാണ്. എല്ലാ 4 വിധത്തിലായിട്ട് നമുക്ക് എൻ്റെ ഭക്തന്മാരെ തിരിക്കാം. അവർ 4 പേരും എനിക്കിഷ്ടമാണ്. ആരാ ഈ 4 വിധത്തിലുള്ള ഭക്തന്മാർ? പറയാണ്, ഒരിക്കലൊരു അറബി ഉണ്ടായിരുന്നു. പണ്ട് കാലമാണ്, ഇന്നത്തെ പോലെയല്ല. പണ്ട് കാലത്തൊക്കെ ഈ കച്ചവടം നടത്തുക എന്ന് പറഞ്ഞാൽ കപ്പലിൽ സാധനങ്ങളൊക്കെ സംഭരിച്ചിങ്ങനെ പോകണം. എന്നിട്ടോ ഒരു പ്രാവശ്യം ഈ യാത്ര പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക, അല്ലേ? അതിനടിച്ച് മരിച്ചു പോയിന്നും വരാം. വലിയ ആപത്താണ്, ഇന്നത്തെ പോലെ ഒന്നുമല്ല. അപ്പോൾ ഈ അറബി എന്തായാലും ഇന്ത്യയിലേക്ക് പോവുക. അന്ന് ഇന്ത്യയാണ്, ഭാരതമാണ് അവരുടെ എല്ലാ ധനത്തിൻ്റെയും ആധാരം. അവർക്കൊന്നുമില്ല അവിടെ. അവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ശേഖരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റൊക്കെ അല്ലേ കച്ചവടം ചെയ്തിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ അയാൾക്ക് 4 ഭാര്യമാരുണ്ട്. 4 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഭാരതത്തിലേക്ക് പോവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? അപ്പോൾ ഒന്നാമത്തെ ഭാര്യ പറഞ്ഞു, വേണം, എനിക്കൊരു സാധനം വേണം. എന്താ? അവിടെ എനിക്ക് നോക്കൂ, എപ്പോഴും കയ്യിനും കാലിനും മുട്ടിനും ഒക്കെ വേദനയാണ്. അവിടെ ഇങ്ങനെ കാലിലും കാലിലും ഒക്കെ വേദനയാണ്. പക്ഷെ ഭാരതത്തിൽ വലിയ വലിയ നല്ല നല്ല ആയുർവേദ ഭിഷഗ്ഗുരന്മാരൊക്കെ ഉണ്ട്. അവരെ കണ്ടിട്ട് അല്ലേ ഈ വേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നാൽ മതി. ഞാൻ പറഞ്ഞു, തഥാസ്തു, അങ്ങനെ ആവട്ടെ. രണ്ടാമത്തെ ഭാര്യയോട് ചോദിച്ചു, എന്തെങ്കിലും വേണോ? എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. ഈ ഭാരതത്തിലാണെങ്കിൽ നിറയെ പല വിധത്തിലുള്ളതായ ശാസ്ത്രഗ്രന്ഥങ്ങളുണ്ട്, കഥാഗ്രന്ഥങ്ങളുണ്ട്, കഥാസരിസാഗരം അല്ലേ? അങ്ങനെ അനേകം ഗ്രന്ഥങ്ങളുണ്ട് ഭാരതത്തിൽ. എന്ത് ചെയ്താൽ മതി? വരുമ്പോൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതി. അതാ എനിക്ക് സന്തോഷം. ആവട്ടെ. മൂന്നാമത്തെ ആളോട് ചോദിച്ചു, എന്താ തനിക്ക് വേണ്ടേ? അതേ, ഭാരതത്തിലുണ്ടല്ലോ നല്ല നല്ല സ്വർണ്ണാഭരണങ്ങളൊക്കെ കിട്ടും, നല്ല നല്ല രത്നങ്ങൾ. 18-ാം നൂറ്റാണ്ട് വരെ രത്നവും ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഒരേ ഒരു സ്ഥലം ഭാരതമാണ്. അപ്പോൾ ഈ നല്ല നല്ല രത്നങ്ങളൊക്കെ കിട്ടി, നല്ല രത്നങ്ങളൊക്കെ പതിച്ച ഒരു സെറ്റ്, 2 എന്താണ് കമ്മല്, പിന്നെ ഒരു നെക്ലസ്, പിന്നെ ഒരു മൂക്കുത്തി, പിന്നെ ഒരു കയ്യിൽ ഒരു സെറ്റ്. ശരി. നാലാമത്തെ ആൾ ചോദിച്ചു, തനിക്ക് എന്താ വേണ്ടേ? അയാൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, അങ്ങ് പെട്ടെന്ന് വന്നാൽ മതി. ഇങ്ങനെ അവിടുന്ന് പോയി അങ്ങനെ പോവാതെ കാര്യം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്താൽ മതി? ആരോഗ്യത്തോടുകൂടെ തിരിച്ചു വന്നാൽ മതി. ശരി. നമ്മുടെ അറബി പുറപ്പെട്ടു, ഭാരതത്തിൽ വന്നു, കച്ചവടമൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് മൂത്ത ഭാര്യയെ വിളിച്ചു, എന്നിട്ട് മരുന്നൊക്കെ കൊടുത്തു. രണ്ടാമത്തെ ആളെ വിളിച്ചിട്ട് പുസ്തകങ്ങൾ കൊടുത്തു. മൂന്നാമത്തെ ആളെ വിളിച്ചിട്ട് നിറയെ നല്ല
നല്ല പച്ചക്കല്ലൊക്കെ പതിപ്പിച്ച് ഒരു സെറ്റ് അത് കൊടുത്തു കേട്ടോ. 4ാമത്തെ ഭാര്യയുടെ ഒപ്പം താമസമായി ഇത്രേ. മറ്റു 3 പേരെയും ഉപേക്ഷിച്ചതല്ല, അവർക്ക് വേണ്ടത് കൊടുത്തു. പിന്നെയോ തന്നെ 4ാമത്തെ ഭാര്യയ്ക്ക് കൊടുത്തു. എന്തേ? അവർ വേറെ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. അതുമാതിരി നമുക്ക് ഭഗവാനെ ആശ്രയിക്കാം. ഇങ്ങനെ ആർത്തനായിട്ട് നമ്മുടെ ജീവിതത്തിലെ പല പല വിഷമതകൾ ഉണ്ടാവുമ്പോൾ എൻ്റെ ഭഗവാനെ അവിടുന്നേ ഉള്ളൂ എനിക്കൊരാശ്രയം, അല്ലേ? പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നമുക്കുണ്ട്. ശാരീരികമായ ദുഃഖങ്ങൾ, മാനസികമായ ദുഃഖങ്ങൾ, അല്ലേ? എന്തെല്ലാം ദുഃഖങ്ങൾ, ആദിദൈവിക, ആദിഭൗതിക, ആധ്യാത്മികങ്ങളായ അനേക ദുഃഖങ്ങളുടെ ഒരു കൂടാണ് നമ്മൾ. എൻ്റെ ഭഗവാനെ അവിടുന്ന് അല്ലാതെ എനിക്കൊരു ആശ്രയം ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ആർത്തി കാരണം, ദുഃഖം കാരണം നമ്മൾ എന്ത് ചെയ്യണോ? ഭഗവാനെ ആശ്രയിക്കണു. മോശമാണോ? അല്ല. ചിലർ പറയും അയ്യോ അങ്ങനെയൊന്നും പാടില്ല, ഭഗവാനോടൊന്നും ചോദിക്കരുത്. നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനോടേ ചോദിക്കാവൂ, അല്ലേ? നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ കണ്ട ചെറിയ അല്ലേ അവർക്കൊക്കെ എന്ത് തരാൻ പറ്റും? നമുക്ക് സത്യത്തിൽ ഇത് തരാൻ പറ്റുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ മനസ്സിലൊരു സംശയം ഉണ്ടാവരുത്. അയ്യേ ഞാനെങ്ങനെ ഭഗവാനോടൊന്നും ചോദിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയല്ല. നോക്കൂ, ചോദിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടുത്തോട് മാത്രം ചോദിക്കുക. അല്ലാതെ ആരാ നമുക്കുള്ളത്? ത്വമേവ മാതാച പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ, അല്ലേ? ത്വമേവ സർവം. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഭ്രാതൃക്കളും ബന്ധുക്കളും ഒക്കെ ഭഗവാനാണ്. ഭഗവാനോട് ചോദിച്ചില്ലെങ്കിൽ പിന്നെ ആരോട് ചോദിക്കാൻ? അപ്പോൾ നമുക്ക് ദുഃഖമുണ്ടാവുമ്പോൾ, ആർത്തരായി തീരുമ്പോൾ തീർച്ചയായും നമ്മൾ ഭഗവാനിലേക്ക് തിരിയണം. ഇനി ജിജ്ഞാസുഹു, നമുക്ക് പല പല കാര്യങ്ങൾ അറിയണം എന്നുണ്ട്. ഈ അറിവ് പല തലങ്ങളിലുണ്ട്. ഒന്ന്, നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കാം. പിന്നെയോ നമുക്ക് നേരിട്ട് പ്രകൃതിയെ നിരീക്ഷിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കാം. പിന്നെ നമുക്ക് മറ്റ് ആളുകളെ നിരീക്ഷിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കാം. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ നിരീക്ഷിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ ഇതിനെല്ലാം ഉപരിയായി ഈ പ്രപഞ്ചത്തിൻ്റെയും ഈ ശരീരത്തിൻ്റെയും ഈ മനസ്സിൻ്റെയും ഒക്കെ കാരണമെന്താണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ളതായ ഒരു തത്വമാണ് എന്ന് മനസ്സിലാവുന്ന സമയത്ത് ആ തത്വം എന്താണെന്നറിയാൻ ഭഗവാനെ ആശ്രയിക്കുക. അതുകൊണ്ടാണ് ഭഗവാന്റെ അവതാരങ്ങളിൽ പല അവതാരങ്ങളും ജ്ഞാനാവതാരങ്ങളാണ്, അല്ലേ? ഭഗവാൻ പല വിധത്തിലുള്ള യഥാ യഥാ ഹി ധർമ്മസ്യ എന്ന് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും ഭഗവാൻ അവതരിക്കുന്നുണ്ട്, അല്ലേ? സ്വയം പ്രകടമാകുന്നുണ്ട്. അത് പല 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 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിലൊരു തരം അവതാരത്തെയാണ് ജ്ഞാനാവതാരം എന്ന് പറയാം. എന്താ ജ്ഞാനാവതാരം വെച്ചാൽ നമുക്കറിവ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അവതാരങ്ങൾ. ഉദാഹരണത്തിന് ഭഗവാന്റെ ഹംസാവതാരം, ഭഗവാന്റെ കപിലാവതാരം, ഭഗവാന്റെ ഹയഗ്രീവാവതാരം, ഭഗവാന്റെ ഈവൻ വ്യാസാവതാരം. വ്യാസനൊന്നും കയ്യിൽ എന്താ പറയുക മഴുവെടുത്തിട്ട് പോയിട്ട് ആരെയും ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അവിടുന്നൊക്കെ എന്തിനു വേണ്ട? ജ്ഞാനം, അറിവ് വേണം നമുക്ക്. അപ്പോൾ അറിവിനു വേണ്ടി ജിജ്ഞാസുഹു, നമുക്ക് പല വിധത്തിലുള്ളതായ അറിവ് വേണമെന്ന ആഗ്രഹത്തോടു കൂടി എന്തു ചെയ്യുക? ഭഗവാനെ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും ഈ പരമമായിരിക്കുന്നത് സീക്രട്സ്, ഭഗവാൻ ഗീതയിൽ പറയും രാജവിദ്യ രാജഗുഹ്യം, ദ റോയൽ സീക്രട്സ്, അതുപോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ഭഗവാൻ സർവജ്ഞനായതിനാൽ. അപ്പോൾ ജിജ്ഞാസു ആണെങ്കിലും ഭഗവാനെ ആശ്രയിക്കാം. പിന്നെ അർത്ഥി, അല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലും നേടണം നമുക്ക് എന്ന് തോന്നിയാൽ, അല്ലേ? ധനമാകാം, അല്ലേ? ഈ ലോകത്തിലെ വിവിധങ്ങളായിരിക്കുന്ന വസ്തുക്കളെ, അർത്ഥങ്ങളെ. എന്താ അർത്ഥം? ചേർത്ത മീൻസ് എന്നർത്ഥം. നമുക്ക് ഈ ലോകത്ത് സുഖകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് എന്തെല്ലാം വസ്തുക്കളാണോ സഹായകരമായിട്ടുള്ളത് അതിൻ്റെ പേരാണ് അർത്ഥം. അപ്പോൾ വീടും അർത്ഥമാണ്, കാറും അർത്ഥമാണ്,
അത് അനർത്ഥമാവാതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അർത്ഥി ആരാണോ ജീവിതത്തിലെ പല പല സാധനങ്ങൾ, പല പല സൗകര്യങ്ങൾ, പല പല വസ്തുക്കൾ, ധനം, മാനം ഇതൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നത്, അവരും ഭഗവാനിലേക്ക് തിരിയും. ഇതെല്ലാം ഇവർ ഭഗവാനെ സംബന്ധിച്ച് ആരു ഭഗവാനെ ഭജിക്കുന്നുവോ അവരോടൊക്കെ പ്രേമം തന്നെയാണ്. ഭഗവാൻ അവരെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു. ഭഗവാൻ പറയാണ്, ചതുർവിധാ ഭജന്തേ മാം ജനാഹ സുകൃതിനഃ. നോക്കൂ, സുകൃതികളായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഭഗവാനെ ഇങ്ങനെ ഭജിക്കാൻ പറ്റൂ. നമുക്ക് ധനത്തിന് വേണ്ടിയിട്ടും ഭഗവാനെ എനിക്ക് ധനം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവനും സുകൃതിയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ജനാ സുകൃതിനോ അർജുന. ആരൊക്കെയാണ് ആ സുകൃതികൾ? 4 വിധത്തിലുള്ളത്. ആർത്തഃ, ജിജ്ഞാസുഹു, അർത്ഥാർത്ഥി. ഇനി 4മതൊരു തരമുണ്ട്, അത് ജ്ഞാനിയാണ്. എന്താ ജ്ഞാനി ചർത്ഥം? ജ്ഞാനി എന്ന് വെച്ചാൽ ഭഗവാന് വേണ്ടി മാത്രം പ്രേമിക്കുന്നവൻ. ലവ് ഫോർ ലവ് സേക്ക് എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കും. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഭഗവാനെ സ്നേഹിക്കുന്നത് അർത്ഥത്തിനു വേണ്ടിയിട്ടോ കാമത്തിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജിജ്ഞാസ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഐ ലവ് യു, ദാറ്റ്സ് ഓൾ. ശ്രീരാമകൃഷ്ണദേവൻ്റെ ശിഷ്യന്മാരിൽ ശ്രീരാമകൃഷ്ണദേവന് ഏറ്റവും വാത്സല്യം, സ്നേഹമുണ്ടായിരുന്ന ആളാണ് നരേന്ദ്രൻ. അപ്പം നരേന്ദ്രൻ ദക്ഷിണാശ്വരത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഉത്സവമാണ്. ഭഗവാൻ ഇയാളെ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് അത്ര സ്നേഹമാണ്. മടിയിലിരുത്തും, സ്വന്തം കൈകൊണ്ട് ഈ ഭക്ഷണം ഒക്കെ കൊടുക്കും, പലതരത്തിലുള്ള സ്വീറ്റ്സൊക്കെ കൊടുക്കും. എന്തൊക്കെയാണ് അല്ലെ? നരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ഇങ്ങനൊരു ആനന്ദ മത്തനായിത്തീരും. അങ്ങനെയാണ് പതിവ്. ഒരു ദിവസം നരേന്ദ്രൻ വന്നപ്പോൾ ശ്യാമശേവൻ അദ്ദേഹത്തെ നോക്കുന്നു പോലുമില്ല. നോക്കിയില്ല, സംസാരിച്ചില്ല, നമസ്കരിച്ചപ്പോഴൊന്നും മിണ്ടിയില്ല. അങ്ങനെ പല ദിവസങ്ങൾ കടന്നുപോയി. ഈ അങ്ങനെ ഒരാൾ വരുന്നു പോകുന്നു എന്നുള്ള കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ശ്യാമശേവൻ വീണ്ടും നരേന്ദ്രനോട് ചോദിച്ചു, നീ എത്രയോ ദിവസങ്ങളായിട്ട് ഇവിടെ വരണു, ഞാൻ നിന്നെ നോക്കുന്നു പോലുമില്ല, പിന്നെ എന്തിനാ നീ വീണ്ടും വരുന്നേ? നരേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാൻ, ഞാനിവിടെ വരുന്നതേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിച്ചാലും വേണ്ടില്ല, സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല, മിണ്ടിയാലും വേണ്ടില്ല, മിണ്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ വരും. ബിക്കോസ് ഐ ലവ് യു. ഈ പ്രേമം നമ്മൾ ആരെ പ്രേമിക്കുന്നുവോ അവനിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇതിനെയാണ് അനന്യഭക്തി എന്ന് പറയും. ഇവിടെ പറയുന്നതായിട്ടുള്ള ജ്ഞാനി ആരാണ്? അനന്യഭക്തനാണ്. എന്താ അനന്യഭക്തൻ വെച്ചാൽ എന്തിനെങ്കിലും വേണ്ടിയിട്ടല്ല, എനിക്ക് ഭഗവാനോട് പരമമായ പ്രേമമായതുകൊണ്ട് മാത്രം ഞാൻ ഭഗവാനെ പ്രേമിക്കണം. അല്ലേ? എനിക്കറിയാം അവനാണ് എല്ലാം എന്ന് എനിക്കറിയാം. ഈ ജ്ഞാനി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം വലിയ ശാസ്ത്രപണ്ഡിതനാണെന്നൊന്നുമല്ല. ആരാണ് ജ്ഞാനി? ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞവൻ. അല്ലേ? അവൻ ശാസ്ത്രം പഠിച്ചിരിക്കണം എന്നൊന്നുമില്ല. ഭഗവാൻ നമ്മളിന്ന് കഥ കാണും. നമ്മളത് ഗീതയിൽ പറയും, ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ ഈ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കും. നമുക്ക് എന്ത് മാത്രം മതി? ഈ അനന്യപ്രേമം മാത്രം മതി. ഭഗവാന് വേണ്ടി മാത്രം സ്നേഹിക്കൂ. നമ്മുടെ ജീവിതത്തിൽ നന്മകളുണ്ടാകുമ്പോഴും തിന്മകളുണ്ടാകുമ്പോഴും ഉയർച്ചയുണ്ടാകുമ്പോഴും താഴ്ചയുണ്ടാകുമ്പോഴും അതൊക്കെ അവനവൻ്റെ കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കി, അതും ഈശ്വരനുമായിട്ടൊരു ബന്ധവുമില്ല. അല്ലേ? ചില ആളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ലതായിരിക്കുന്ന സമയത്ത് ഭഗവാനോട് വലിയ ഭക്തിയാണ്. പക്ഷെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലൊന്നും അല്ലാത്ത വിധത്തിലുള്ള ചില ദുഃഖങ്ങളുണ്ടാവും, ദുരിതങ്ങളുണ്ടാവും, വലിയതായ നഷ്ടങ്ങളുണ്ടാവും. അതോടുകൂടി ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലർ ഭഗവാനെ വലിച്ചെറിയും. അതാണ് ഏറ്റവും വലിയ നഷ്ടം. അല്ലേ? ഭഗവാനല്ല നമ്മൾക്ക് ജീവിതത്തിലുള്ള ഈ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത്,
അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ തൻ ഫലം അവനവൻ അനുഭവിച്ചിടുകന്നേ വരൂ. അസ്മിൻ ജന്മനി ജന്മജന്മാന്തരേ വാ കൃതകർമാണാം. അല്ലേ, ഈ ജന്മത്തിലോ പൂർവ്വജന്മങ്ങളിലോ നമ്മൾ ചെയ്തിരിക്കുന്നതായ കർമ്മങ്ങളുടെ ഫലം മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാതെ ഭഗവാൻ ഒരിക്കലും നമുക്ക് ഒരു വിധത്തിലുള്ള ദുഃഖവും ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ടുവരുന്നില്ല. ഇത് മനസ്സിലാക്കിയിട്ട് എപ്പോഴാണോ നമ്മുടെ ഹൃദയം അല്ലേ എൻ്റെ കർമ്മത്തിൻ്റെ ഫലം വന്നു പോകട്ടെ, അല്ലേ, ഞാൻ എൻ്റെ ഭഗവാനിലേക്കാണ്. ഇതൊക്കെ ഒക്കെയാണ് ഗീതയിൽ ഭഗവാൻ പറയും ആഗമാപായിനാഹ നിത്യാഹ. ഈ സുഖവും ദുഃഖവും വന്നു പോകുന്നതാണ്. താൻ തിതിക്ഷസ്വ ഭാരത. അതിനേക്ക് അങ്ങോട്ട് ഡോണ്ട് ടേക്ക് ഇറ്റ് ടു സീരിയസ്. അതൊക്കെ അങ്ങ് വരുന്ന പോലെ അതിൽ ദുഃഖമുണ്ടാകുമ്പോൾ തകരാതെയും സുഖമുണ്ടാകുമ്പോൾ അഹങ്കരിക്കാതെ നിങ്ങൾ പൊക്കോളുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതൊന്നും കാര്യമില്ലെന്നേ. നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ ഈ സുഖദുഃഖങ്ങളിൽ നിന്നും കാര്യാകാര്യങ്ങളിൽ നിന്നും ഉയർത്തി ശ്രീ ഭഗവാനിലേക്ക് അടുപ്പിക്കണം. ഇതിനെയാണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ പുസ്തകങ്ങളുടെയോ ശാസ്ത്രങ്ങളുടെയോ പഠനം കൊണ്ടല്ല. ഐ നോ ഹിം ഇൻറ്റ്യൂട്ടീവ്ലി. ഇംഗ്ലീഷിലൊരു പദമുണ്ട് ഇൻറ്റ്യൂട്ടീവ്നെസ്, അല്ലെ ഇൻറ്റ്യൂട്ടീവ്. എന്താ ഇൻറ്റ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അത് അവർ പല വിധത്തിലുള്ള നമ്മളെ സംബന്ധിച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? അതീന്ദ്രിയമായിരിക്കുന്ന ഒരു അനുഭൂതിയാണ്. ഇവിടെയുള്ള ജ്ഞാനം എന്ന് പറയുന്നത് അതീന്ദ്രിയമായിരിക്കുന്ന ഒരു, അതായത് ഞാൻ കാണുകയാണ് ഭഗവാനെ, എന്നുവെച്ചാൽ ഞാൻ അറിയുകയാണ് ഭഗവാനെ, ഞാൻ ഭഗവാനിലാണ് ജീവിക്കുന്നത്, ഞാൻ ആകാശത്തിലാണ് വസിക്കുന്നത്. ആകാശത്തെ ഞാൻ കണ്ടിട്ടില്ല. ഈ ശരീരം ഇരിക്കുന്നത് ആകാശത്തിലാണ്, പക്ഷെ ആകാശമുണ്ട്. അതുമാതിരി എൻ്റെ എല്ലാം ഭഗവാനാണ്, ഭഗവാനേ ഉള്ളൂ, അതല്ലാതെ വേറൊന്നുമില്ലെന്ന് അത് അതീന്ദ്രിയമായി അവൻ്റെ ആഴത്തിലുള്ള അനുഭൂതിയാണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ പുസ്തകം പഠിച്ചുള്ള അറിവല്ല. അതിനെയാണ് ജിജ്ഞാസു എന്ന് പറഞ്ഞത്. പറയുന്നു ഭഗവാൻ, ഇവരിലെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ ജ്ഞാനീതു ആത്മൈവമേ മതം. ജ്ഞാനി ആരാ? ജ്ഞാനി എൻ്റെ ആത്മാവ് തന്നെയാണ്, ഞാൻ തന്നെയാണ് ജ്ഞാനി. ജ്ഞാനി എന്ന് വെച്ചാൽ എഗെയിൻ ഈശ്വരാനുഭൂതിയെ കരസ്ഥമാക്കിയവൻ, അല്ലേ? വേദാന്തത്തിലെ ഒരു പദം, 3 പദങ്ങൾ ഉപയോഗിക്കും. പ്രത്യക്ഷമായിരിക്കുന്ന, അല്ലേ, ഒരു അനുഭവങ്ങൾ, പരോക്ഷങ്ങളായിരിക്കുന്ന അനുഭവങ്ങൾ, അപരോക്ഷങ്ങളായിരിക്കുന്ന അനുഭവങ്ങൾ. നമുക്ക് സമയം അതിലേക്കൊക്കെ പോകാനില്ല. അപ്പം എന്താണ് ഈ പറയുന്നതായിട്ടുള്ള ഞാനത് അപരോക്ഷാനുഭൂതിയാണ്. വെച്ചാൽ നോക്കൂ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നുമല്ല അർത്ഥം. നോക്കൂ, എനിക്കൊരിക്കലും ഞാനുണ്ട് എന്ന സംശയമില്ല. ഞാൻ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലോ ഉറങ്ങുന്ന അവസ്ഥയിലോ സ്വപ്നം കാണുന്ന അവസ്ഥയിലോ 10 വർഷങ്ങൾക്ക് മുമ്പോ എപ്പോഴും ഞാൻ, അഹം അഹം എന്ന ശുദ്ധബോധം, ശരീരമനോബുദ്ധികളിൽ നിന്ന് വിടർന്നുകൊണ്ടുള്ള ആ ബോധം എനിക്കുണ്ട്. ആ അഹം അഹം എന്ന് ആരെയാണോ കരുതുന്നത് അതാണ് ഭഗവാനെന്ന അനുഭൂതിയാണ് ജ്ഞാനം. ആ ജ്ഞാനത്തിൽ ഏകഭക്തി, അവൻ്റെ ഹൃദയത്തിൽ ഭഗവാനെക്കുറിച്ച് അനന്യഭക്തിയാണ്. അവർ ഭഗവാനെ ഭജിക്കുന്ന എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്ത് കിട്ടാൻ, എന്ത് നഷ്ടപ്പെടാൻ? നഷ്ടപ്പെടാനോ കിട്ടാനോ ഒന്നുമില്ലാത്ത എല്ലായിടത്തും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നതായ ആ മഹാത്മാവിന് അവന് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഭഗവാനല്ലാതെ അവൻ ആരെയും ആവശ്യമില്ല, അവനല്ലാതെ ഭഗവാനും ആരെയും ആവശ്യമില്ല. പറയാണ് പ്രിയോഹി ജ്ഞാനിനോ അത്യർത്ഥം. ഞാൻ ജ്ഞാനികൾക്ക് അത്യർത്ഥം പ്രിയനാണ്. അഹംസച്ച മമ പ്രിയ, അവനാകട്ടെ എനിക്കും ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇതിനെയാണ് ഭക്തിയുടെ ഉദാത്തതമമായിരിക്കുന്ന ഭാവം. എവിടെയാണോ ഭക്തനും ഭഗവാനും ഒന്നായി തീരുന്ന അവസ്ഥ. അപ്പോൾ 4 വിധത്തിലുള്ള ഭക്തന്മാരെ പറഞ്ഞുകൊണ്ടാണ് 7-ാം അധ്യായത്തിലൂടെ ഭഗവത്ഗീത ഭക്തിയെ, ഭക്തനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി പറയാണ്, ഇതൊക്കെ ശരി, ഈ ജ്ഞാനിയായിട്ടുള്ള ഭക്തൻ ഈ ലോകത്തെ എങ്ങനെയായിരിക്കും വസിക്കുക?
നോക്കൂ, ഈ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ വസിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെ, ഈ ജ്ഞാനിയുടെ ലക്ഷണം എന്തായാലും ഈ ഭക്തൻ്റെ, ജ്ഞാനിയായ ഭക്തൻ്റെ ലക്ഷണം എന്താ? അത് പറഞ്ഞിട്ടെന്താ തനിക്ക്? ജ്ഞാനിയായ ഭക്തൻ്റെ ലക്ഷണമൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? ഭഗവാനെ, അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ അല്ലേ, പറയാണ് സിദ്ധസ്യ ലക്ഷണാനി സാധകസ്യ സാധനാനി. സിദ്ധൻ്റെ ലക്ഷണങ്ങളാണ് നമുക്ക് സാധനം, നമുക്ക് നമ്മുടെ സാധനയാക്കി തീർക്കേണ്ടത് എന്താ? അവരുടെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് ഭഗവാനെ പറഞ്ഞു തരൂ, എങ്ങനെയാണ് ജ്ഞാനിയായ ഭക്തൻ ഈ ലോകത്തുണ്ടാവുക? പറയണു, സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസത്തെ. എങ്ങനെയാണ് ജ്ഞാനിയായ ഭക്തൻ ഇവിടെയുള്ളത്? പറയണോ, സതതം മാം കീർത്തയന്തഃ, എപ്പോഴും എന്നെ കീർത്തിച്ചുകൊണ്ട്, യതന്തശ്ച ദൃഢവ്രതാഃ യതന്തഃ, ദൃഢവ്രതന്മാരായി യത്നം ചെയ്തുകൊണ്ട്, മാം ഭക്ത്യാ നമസ്യന്തശ്ച, എന്നെ വളരെ ഭക്തിയോടുകൂടി നമസ്കരിച്ചുകൊണ്ട്, നിത്യയുക്താഹ, എപ്പോഴും എന്നോട് ചേർന്നുകൊണ്ട് ഉപാസിക്കുന്നു അവർ. ആര്? ജ്ഞാനിയായ ഭക്തൻ. അതെന്താണ്? എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? പറയണു, ഇത്രയേ ഉള്ളൂ. യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. എന്ത് ചെയ്യുന്നതും, അത് ശരീരം കൊണ്ടാകട്ടെ, വാക്കുകൊണ്ടാകട്ടെ, മനസ്സുകൊണ്ടാകട്ടെ, അതെല്ലാം ഈശ്വരാർപ്പിതമായിരിക്കും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇതൊക്കെ ഇങ്ങനെ കേട്ട് പോവാന്നല്ലാണ്ട സ്വാമി, ഇതൊക്കെ നമ്മുടെ ജീവിതമായിട്ട് എന്താ ബന്ധം? ഇതൊക്കെ സാധിക്കുമോ? എപ്പോഴും ഭഗവാൻ നാരായണ നാരായണ. അതേ ചേട്ടാ, ചായ വേണോ? നാരായണ നാരായണ. അല്ല, ഊണ് കഴിക്കുക ഉപ്പുമാവാണോ വേണ്ടത്, പുട്ടാണോ വേണ്ടത്? നാരായണ നാരായണ. ഇതാണോ? അല്ല, എന്ത് പറയുന്നത് നാരായണ നാരായണ എന്ന് പറയാം. എന്താ പിന്നെ എൻ്റെ അർത്ഥം? സതതം കീർത്തയന്തഃ ചെന്താർത്ഥം, എപ്പോഴും ഭഗവാനെ കീർത്തിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നോക്കൂ, ഈ കീർത്തനം എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മുടെ വാക്കിൻ്റെ പ്രവൃത്തിയാണ്. ഇത് പല തലങ്ങളാണ്. ഒന്ന്, ഭഗവാനെ കീർത്തിക്കുക ചെന്തർത്ഥം, നമ്മുടെ വായിൽ നിന്ന് അല്ലേ അസാത്വികമായ ഒരു പദം പോലും വരരുത്, പദം പോലും പുറത്തു വരരുത്. നമ്മളവിടെ കുട്ടിക്കാലത്ത് നമ്മളെ പഠിപ്പിക്കും അല്ലേ, കളിയായാലും പൊളി പറയരുത്. എന്താ ഭഗവാന്റെ സതതമായിരിക്കുന്ന കീർത്തനം ചാൽ? ഈശ്വരവിരുദ്ധമായ ഒരു വാക്കുപോലും, അറിയാതെ പോലും നമ്മുടെ വാക്കിൽ നിന്ന്, നമ്മുടെ നാക്കിൽ നിന്ന് വരരുത്. ഭഗവാന്, ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ളതായ ഈശ്വര തത്വത്തെ അറിഞ്ഞു വേണം സംസാരിക്കാൻ. ഞാൻ എപ്പോഴാണോ ഒരാളോട് സംസാരിക്കുന്നത് അവനുള്ളിൽ ഇരിക്കുന്നത് ഭഗവാനാണ് എന്ന ബോധം എനിക്കുണ്ടെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? അല്ലേ, ഭഗവാനോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്, സതതം കീർത്തയന്തഃ. വെറുതെ നാമമുറിയിലിരുന്ന് ഇങ്ങനെ എപ്പോഴും വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്ന് മാത്രമല്ല, എന്തെല്ലാം വാക്പ്രവൃത്തി അദ്ദേഹം ചെയ്യുന്നുണ്ടോ അത് മുഴുവനും ഈശ്വരനോടായിരിക്കും. എന്നുവെച്ചാൽ തൻ്റെ ഭർത്താവിനോടോ, തൻ്റെ ഭാര്യയോടോ, തൻ്റെ കുഞ്ഞുങ്ങളോടോ ഒക്കെ സംസാരിക്കുമ്പോഴും അവരിലിരിക്കുന്നതായ ഈശ്വര ചൈതന്യത്തെ ഓർത്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഭഗവാനോടാണ് എന്ന ഭാവത്തിൽ. അതാണ് സതതം കീർത്തയന്തഃ. അല്ലാതെ എപ്പോഴും നാരായണ നാരായണ ജപിച്ചുകൊണ്ടിരിക്കുക എന്നല്ല അർത്ഥം. പിന്നെ പറയാണ് സതതം യതന്തശ്ച, ദൃഢവ്രതനായിട്ട് പറയാണ്. സംസാരിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ഈ ചരാചരാത്മകമായിരിക്കുന്ന പ്രപഞ്ചം ഭഗവാൻ തന്നെയാണെന്നറിഞ്ഞ് നമ്മളാലാകുന്ന വിധം ഈ പ്രപഞ്ചത്തെ സേവിച്ചുകൊണ്ടേയിരിക്കണം. അല്ലേ, പറയാണ് യതന്തശ്ച,
യതനം ചെയ്യണം, പരിശ്രമിക്കണം ദൃഢവ്രതന്മാരായിട്ട്. എങ്ങനെ നമുക്ക് സാധിക്കുള്ളൂ? അത് നമുക്ക് മനസ്സിലാക്കണം. അതായത് കുറച്ച് കാലത്തേക്കുള്ള ഒരു ബന്ധമല്ല ഇത്, അല്ലേ? നമ്മുടെ ജീവിതം ഇഹാസനേ ശുഷ്യതുമേ ശരീരം. ഇവിടെ ഇരുന്ന് എൻ്റെ ശരീരം എന്താ പറയുക, ശോഷിച്ച് പതിക്കുന്നെങ്കിൽ പതിക്കട്ടെ. ബഹുകൽപ്പദുർലഭമായിരിക്കുന്ന ആ സത്യത്തെ അറിഞ്ഞിട്ടേ ഞാൻ എഴുന്നേക്കുള്ളൂ. ദൃഢവ്രത, അല്ലേ? ഭഗവാനെ അറിഞ്ഞ് ഭഗവാന്റെ തത്വത്തെ സാക്ഷാത്കരിച്ച് ഭഗവാനിൽ ലയിച്ചിട്ടേ ഇരിക്കുള്ളൂ. ജീവിതം അതിനു വേണ്ടിയാണ്. ദൃഢവ്രത ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കും, ഈശ്വര കുറച്ച് നാമമൊക്കെ ജപിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ എനിക്കിങ്ങനെ ഒരു ആത്മീയമായിരിക്കുന്ന ഒരു ഉണർവോ ഒന്നും ഉണ്ടാവണില്ലല്ലോ, നമുക്ക് തോന്നും. പറയാണ് അങ്ങനെ ചിന്തിക്കരുത്. അതായത് ഇന്നോ നാളെയോ നോക്കൂ, ഒരു പക്ഷെ നമ്മൾ ചെയ്യുന്നത് ശരിയായിരിക്കില്ല, നാം നിർത്തിക്കളയാം. അങ്ങനെയല്ല. നോക്കൂ, ഒരു വലിയ നമ്മുടെ ഒരു റൂം, ആ റൂമിൽ നിറയെ അഴുക്കുകളാണ്. അപ്പോൾ ഈ അഴുക്ക് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയാലൊന്നും പോവില്ല. അടിച്ചു വാരുന്നതനുസരിച്ച് അഴുക്ക് കൂടി കൂടി വരുന്നതായിട്ട് തോന്നും നമുക്ക്, അല്ലേ? അതുമാതിരി നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഈ പലവിധത്തിലുള്ളതായ അഴുക്കുകൾ, കാമക്രോധ ലോഭമോഹം മതമത്സര്യാദികളായിരിക്കുന്നത്, അതിനെ ഇല്ലാതാക്കി ഭഗവത് സാക്ഷാത്കാരം നേടണമെങ്കിൽ ഉപാസനകളെ അനുഷ്ഠിക്കണമെങ്കിൽ എങ്ങനെ ദീർഘകാലം നൈരന്തര്യം ആസേവിതമായിട്ട് പ്രയത്നത്തോടുകൂടി പ്രേമത്തോടുകൂടി പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഈശ്വരാനുഭവം ഉണ്ടാവുള്ളൂ. അല്ലാതെ ആരെങ്കിലും പോകുന്ന വഴിക്ക് എന്നാ പിടിച്ചോളോ എന്നും പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഈശ്വരാനുഭവം തരില്ല. ദൃഢവ്രതാഹ, അല്ലേ? ഉറച്ച വ്രതത്തോടുകൂടി എൻ്റെ ജീവിതം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. ഈ എൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും സാരം ഭഗവത് സാക്ഷാത്കാരമാണ്. ദൃഢവ്രതന്മാരായിട്ട് ആരാണോ പരിശ്രമിക്കുന്നത്, അല്ലാതെ ഇതൊന്നും വെറുതെ ആരും തരില്ല. ഭഗവത് സായുജ്യം, ഭഗവാന്റെ അല്ലേ ഈ അനുഭൂതി എന്ന് പറയുന്നതൊക്കെ വെറുതെ അല്ല. അപ്പോൾ ഒരു കാര്യമുണ്ട്, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രയത്നിച്ച് നേടാൻ പറ്റുന്നതാണോ ഇങ്ങേരെ? ഈശ്വരനെ നമ്മുടെ പുരുഷപ്രയത്നം കൊണ്ട് നേടാൻ പറ്റുമോ? രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ തത്വശാസ്ത്രം. ഒന്ന് പുരുഷപ്രയത്നം, വേറൊന്ന് ഈശ്വരകാരുണ്യം. ചിലർ പറയണു ഈശ്വരകാരുണ്യം ഭഗവാന്റെ കരുണ ഉണ്ടായാൽ മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് പറയണു. ചിലർ പറയുന്നു അങ്ങനെയൊന്നുമല്ല, ഞാൻ പരിശ്രമിച്ച് നേടും എന്ന് പറയണു. പറയാണ് ഇത് ഏതാ ശരി? ഈശ്വരകാരുണ്യമാണോ ശരി, അഥവാ പുരുഷപ്രയത്നമാണോ ശരി? എപ്പോഴും വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നൊരു വിഷയമാണ്. ഒരിക്കലേ നമ്മുടെ ഭാഗ്യങ്ങളാണ് മഹാത്മാക്കളെ കാണുക എന്നുള്ളത്. അവരുടെ ഒപ്പം കുറച്ച് സമയമൊക്കെ ചെലവഴിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഒരിക്കൽ DLS എന്ന് പറഞ്ഞിട്ട് ഡിവൈൻ ലൈഫ് സൊസൈറ്റി എന്ന് പറയും, ഭഗവാൻ പൂജ്യ സ്വാമി ശിവാനന്ദ്ജി മഹാരാജ് അവിടുന്ന് ആരംഭിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ പൂജ്യ ഗുരുദേവൻ്റെ സബ്രഹ്മചാരിയായിട്ട് ശിഷ്യനായിട്ട്, അല്ല എന്താ പറയുക, ഭായി അല്ലേ, അവരുടെ ആത്മീയ സഹോദരനായിട്ട് ചിദാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞിട്ട് സ്വാമി ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. DLSൻ്റെ പ്രസിഡൻ്റായിരുന്നു ശിവാനന്ദ സ്വാമിയുടെ ശേഷം അവസാനം ഒരുപാട് കാലം. അപ്പോൾ ഒരിക്കൽ സ്വാമിജി ഋഷികേശിൽ വരുമ്പോഴൊരു വീട്ടിലാണ് താമസിക്കുക. അപ്പം നമുക്കൊക്കെ ഉച്ചയ്ക്ക് കുറച്ച് സമയം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കാം. അദ്ദേഹം മിക്കവാറും ഒരു മൂലയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യുന്നുണ്ടാവും, നമുക്കും അവിടെ ഇരിക്കാം. പക്ഷേ മഹാത്മാക്കളുടെ അടുത്തിരിക്കുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിട്ട് തീരും. അവരെന്തെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതുകൊണ്ട് പലരും വരും, അവിടെ ഇരിക്കും. ഒരിക്കൽ ചിലപ്പോൾ ആരെങ്കിലും എന്തൊക്കെ ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് പറയണമെന്ന് തോന്നി അദ്ദേഹം പറയും, ഇല്ലെങ്കിൽ പറയില്ല. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ ചോദിച്ചു, സ്വാമിജി എൻ്റെ മനസ്സിൽ വലിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതായത് ഈ ഈശ്വര സാക്ഷാത്കാരത്തിന്
നമ്മൾ പരിശ്രമിക്കുകയാണോ വേണ്ടത്, അതോ ഭഗവാൻ നമുക്ക് അനുഗ്രഹിക്കുകയാണോ ചെയ്യുക? അല്ലേ? ഈശ്വര സാക്ഷാത്കാരം നമ്മുടെ പുരുഷപ്രയത്നത്തിന് അധീനമാണോ അതോ ഈശ്വര കാരുണ്യത്തിന് അധീനമാണോ? ഇറ്റ് ഈസ് ഡിവൈൻ ഗ്രേസ്, അത് ഈശ്വരൻ്റെ അനുഗ്രഹമാണോ അതോ നമ്മുടെ ബോധപൂർവമായ പ്രവൃത്തിയാണോ? ഇപ്പോൾ അത് ചോദിച്ചോണ്ട് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി സ്വാമിജി കുറച്ചു നേരം വളരെ ശാന്തമായിട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തു ചെയ്യണം? ഗംഭീരമായിട്ട് പരിശ്രമിക്കണം. നമുക്ക് ആവുന്നതിൻ്റെ പരമാവധി പരിശ്രമിക്കണം. ഓക്കെ, നമുക്ക് ധ്യാനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഗുരു നമ്മളോട് പറയാ 10,000 നാമം ജപിക്കണം, 15,000 ജപിക്കണം. ഇതെവിടെ പറഞ്ഞു? ദൃഢവ്രതാഹ അല്ലേ, യതന്തശ്ച. അങ്ങനെ നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിച്ച് നമ്മളൊരു തലത്തിലെത്തും. അതായത് അല്ലേ, ഒരു പീക്ക്. ഇനി ഇതിനപ്പുറത്തേക്ക് നമുക്ക് പരിശ്രമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തും. ആ അവസ്ഥയിൽ നമ്മുടെ പുരുഷപ്രയത്നം അതിൻ്റെ പരമമായ തലത്തിലെത്തുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാവും, ഇത് ഇനി എന്നെ കൊണ്ട് സാധ്യമല്ല. ആ നിമിഷം നമ്മുടെ അഹങ്കാരം മരിക്കും. അഹങ്കാരം മരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? ഈശ്വരൻ്റെ കരുണയിലാണ്. ഒരാൾ കരയാണ്, അയ്യോ എനിക്ക് കുറച്ച് വെളിച്ചം തരൂ. അപ്പോൾ പറഞ്ഞത്, താൻ ആ ജനൽ തുറക്കൂ. ജനൽ തുറന്നത് എന്തായി? ആ ജനലും വാതിലൊക്കെ തുറന്നപ്പോൾ പുറത്തെപ്പോഴും പ്രകാശം ഉണ്ടായിരുന്നു. പുറത്ത് പ്രകാശം എപ്പോഴുമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണു? നമ്മൾ നമ്മുടെ വാതിലും ജനലും ഒക്കെ കൊട്ടി അടച്ചിട്ട് ഉള്ളിലിരുന്നിട്ട് അയ്യോ പ്രകാശമില്ലല്ലോ എന്ന് പറയാണ്. ഈശ്വരകാരുണ്യം സദാ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് സൂര്യനെപ്പോലെ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ആരിലും എല്ലാവരിലും ഒരുപോലെയുള്ളവരാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്കിത് ഈശ്വരകാരുണ്യത്തെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല? നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ചെറിയ കൂടുകളിൽ കയറിയിരുന്ന് നമ്മുടെ അഹങ്കാരത്തെ ആശ്രയിച്ച് ഈ വാതിലുകളും ജനലുകളും ഒക്കെ കൊട്ടി അടച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് പുരുഷപ്രയത്നം? ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. ഈ കർത്തൃത്വ ഭോക്തൃത്വങ്ങളിൽ നിന്ന് പുറത്തു വരുവാനുള്ള ശ്രമമാണ് പുരുഷപ്രയത്നം. അത് നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്ന സമയം നമ്മുടെ അഹം പൊട്ടിത്തകരും. നമ്മുടെ അഹം പൊട്ടിത്തകരുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് നമ്മൾ സദാ ഈശ്വരനിൽ തന്നെയായിരുന്നു. അതാ അവിടെ പറയുന്നത് അല്ലെ, ദൃഢവ്രതാഹയതന്തഃ മാം ഭക്ത്യാ നമസ്യന്തശ്ച. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനായ ഭഗവാനെ അറിഞ്ഞ് ആ ഭഗവാനിൽ വലിയതായ ഭക്തിയോടുകൂടി നിത്യയുക്തന്മാരായിട്ട്, അങ്ങനെ ആരാണോ ഉപാസിക്കുന്നത് അവരെപ്പോഴും ഭഗവാനോട് ചേർന്നിരിക്കുന്നവരായി മാറുന്നു. അവർ മനസ്സിലാക്കണു, ഞാൻ ഭഗവാനിലാണ്, ഭഗവാനേ ഉള്ളൂ എന്ന് മനസ്സിലാവണം. ഈ ഒരു തലമാണ് ഭക്തനായ ജ്ഞാനി, അല്ലെങ്കിൽ ജ്ഞാനിയായ ഭക്തൻ. ഈ ഒരു അവസ്ഥയാണ് ഭക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ. പക്ഷെ അതിൻ്റെ എന്തർത്ഥമല്ല ഭഗവാനെ എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെ നമ്മുടെ ദുഃഖം കാരണം കൊണ്ടോ, അറിവിന് വേണ്ടിയിട്ടോ, അർത്ഥത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ഭഗവാനെ ഭജിക്കുന്നവരും ഭഗവാന്റെ അഭിപ്രായത്തിൽ അവരൊക്കെ ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. അവരെല്ലാവരും സുഹൃതികളാണ്. പക്ഷേ ഈ ഭക്തി, അതായത് അർത്ഥത്തിന് വേണ്ടിയിട്ടോ ദുഃഖത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെയുള്ള ഭക്തി എന്ത് ചെയ്യണം? പതുക്കെ ഉയർന്ന് ജ്ഞാനഭക്തിയിൽ അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യും? മറ്റേ അറബി മറ്റുള്ളവർക്ക് എല്ലാം കൊടുത്തിട്ട് തന്നെ തൻ്റെ 4ാമത്തെ പത്നിക്ക് കൊടുത്തതുപോലെ മാതിരി ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാനെ തന്നെ നമുക്ക് തരും. പിന്നെന്തെങ്കിലും വേണോ? അതാണ്
ഭഗവത്ഗീതയിലെ ഭക്തി, പതുക്കെ പതുക്കെ ഭക്തൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രവിക്കാം. ചില ചോദ്യങ്ങളുണ്ട്, ചോദ്യങ്ങൾ കൂടെ നമുക്ക് ശ്രവിക്കാം. ചില ചോദ്യങ്ങളാണ്. ഒന്നാമത്തത്, ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ കൂടെ കേൾക്കാറുണ്ട്, പ്രത്യേകിച്ച് ബലിയിടുന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാക്കൾ ഇവിടെ തന്നെയുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നൊക്കെ. ഇതിന് വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ആത്മതത്വം. ഓക്കെ, അപ്പോൾ എന്താണ് ആത്മാവ്? യച്ഛാപ്നോതി യദാദത്തെ യച്ഛാത്തി വിഷയാൻ ഗുണാൻ യച്ഛാസ്യ സന്തതോ ഭാവഃ തസ്മാദ് ആത്മീതി ഭണ്യത്തെ. എന്താ ആത്മാവ് വെച്ചാൽ പറയാണ്, യച്ഛാപ്നോതി, ആരാണോ നേടുന്നത്. സാമാന്യമായിട്ട് പറഞ്ഞു പോകാം, നമുക്ക് വളരെ ഗഹനമായിട്ട്. നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, പറയാണ് എനിക്ക് 10 ലക്ഷം രൂപ കിട്ടി കേട്ടോ. ഓക്കെ, എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കൂ, ഈ 10 ലക്ഷം രൂപ ആർക്കാ കിട്ടിയേ? നമ്മുടെ ശരീരത്തിനാണോ കിട്ടിയേ? ആണോ? 10 ലക്ഷം രൂപ ശരീരത്തിന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. മനസ്സിനാണോ കിട്ടിയേ? മനസ്സാണ് അറിഞ്ഞത്, മനസ്സിനാണോ കിട്ടിയേ? പറയാണ്, ഈ ലോകത്തിലെ എല്ലാ അനുഭവങ്ങളും ആർക്കാണോ ഉണ്ടാവുന്നത്? നോക്കൂ, ഈ ശാസ്ത്രങ്ങൾ ചിന്തിക്കുമ്പോൾ 2 തലങ്ങളിൽ നിന്ന് ചിന്തിക്കണം. വ്യാവഹാരികമായ തരം, പാരമാർത്ഥികമായ തരം. ട്രാൻസാക്ഷണൽ റിയാലിറ്റി അല്ലേ, എന്നാണ് വ്യാവഹാരിക തലം എന്ന് പറയുക. ചില ഈ ലോകത്തിൻ്റെ തലം പറയണോ, യച്ഛാപ്നോതി യഥാദത്തെ. ഈ ലോകത്തിലെ നമ്മളെല്ലാം പറയുന്നത് ഞാൻ 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 എന്ന് പറയുന്നതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ശരീരമനോബുദ്ധികളിൽ താതാത്മ്യത്തോടെ, ഈ ശരീരം, ഈ മനസ്സ്, ഈ ബുദ്ധി. ഇനി വേറൊരു തലം എന്താ? ഈ ശരീരമനോബുദ്ധികളെ പ്രകാശിപ്പിക്കുന്ന വേറൊരു ബോധം. ആ ബോധത്തെയാണ് ആത്മാ എന്ന് പറയുക. പക്ഷേ സംസ്കൃതത്തിൽ ആത്മാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരീരത്തെയും ആത്മാ എന്ന് പറയും. ഓക്കെ, നോക്കൂ, നമ്മൾ പറയണു ആത്മഹത്യ നമ്മൾ പറയണ്ടില്ലേ? ഈ ആത്മഹത്യ ആരെയാ ഹനിക്കുന്നത്? ആത്മാവിനെയാണോ ഹനിക്കുന്നത്? ആത്മാവിനെ ഹനിക്കാൻ പറ്റില്ല. ഹനിക്കുന്ന ആരെയാണ്? ശരീരത്തെയാണ്. പക്ഷേ ആത്മഹത്യ എന്ന പദത്തിൽ ആത്മപദം ശരീരമാണ്. അപ്പോൾ ആത്മപദത്തിന് ശരീരമെന്നും മനസ്സെന്നും ബുദ്ധിയെന്നും ഒക്കെ അർത്ഥമുണ്ട്. പിന്നെ ശരീരമനോബുദ്ധികൾക്ക് ഒക്കെ കുറച്ചുകൂടെ എന്താ പറയുക, അപരമായി ശരീരമനോബുദ്ധികളിൽ ഞാനെന്ന ഭാവത്തോടെ ഇരിക്കുന്ന തത്വത്തെയാണ് വ്യാവഹാരികമായി ആത്മാവ്, ജീവാത്മാവ് എന്ന് പറയുന്നത്. പിന്നെ സത്യത്തിലെ ആത്മാവാര സന്തതോഭ, പരബ്രഹ്മം തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ് ആത്മാവ്. പക്ഷേ ഇപ്പം നമുക്ക് തോന്നുന്നു നമ്മളെന്ത് ചെയ്യണു, നമ്മളെ ശരീരമനോബുദ്ധികളുമായി ചേർന്നിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ പറയണു ഈ ഹോൾ സ്പേസ് എന്ന് പറയണു ഇല്ലേ, നമ്മൾ സ്റ്റേജ് സ്പേസ്, ഹോൾ സ്പേസ് എന്നൊക്കെ പറയണു. എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഈ ഹോൾ സ്പേസ്, സ്റ്റേജ് സ്പേസ് എന്നൊക്കെ ഉണ്ടോ? ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ പറയാണ്, എൻ്റെ ഡൈനിങ് റൂമിൽ സ്പേസ് കുറച്ച് കുറവാണ്, ബെഡ്റൂമിൽ സ്പേസ് കൂടുതലാണ് അല്ലേ? ട്രാൻസാക്ഷണലി, വ്യാവഹാരിക തലത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സ്പേസ് എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതോ വലുതോ അല്ല. പിന്നെ എങ്ങനെയാണ് സ്പേസ്, ബെഡ്റൂം സ്പേസും ഡൈനിങ് ഹാൾ സ്പേസും ഒക്കെ ഉണ്ടായത്? മതിലുകളെ കൊണ്ടാണ്. യു ഹാവ് ബിൽഡ് ദിസ് അല്ലെ, ഈ ഒരു തരം തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചുമരുണ്ടാക്കിയപ്പോഴാണ് സ്പേസ് ഉണ്ടായത്, അല്ലെ മീൻ വ്യത്യസ്തമായ സ്പേസ് ഉണ്ടായത്. ഈ വ്യത്യസ്തമായ സ്പേസ് എന്ന് നമ്മൾ പറയുമ്പോഴും സമഷ്ടിയിൽ നിന്ന് പുതിയ സ്പേസ് ഉണ്ടായിട്ടൊന്നുമില്ല. ഡൈനിങ് ഹാൾ സ്പേസ് ഇപ്പോൾ കുറവാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ റൂമിൻ്റെ അതോട് തട്ടിക്കഴിഞ്ഞാൽ ആ റൂം കൂടെ വന്നാൽ സ്പേസ് കൂടിയോ? സ്പേസ് കൂടിയിട്ടൊന്നുമില്ല. ഈ മതിൽ മാറ്റിയപ്പോഴേ
നമുക്ക് തോന്നി സ്പേസ് കൂടിയെന്ന്. സ്പേസ് കൂടിയിട്ടൊന്നുമില്ല, ലോകത്ത് സ്പേസ് ഒരിക്കലും കൂടുന്നുമില്ല കുറയുന്നുമില്ല, പക്ഷെ നമ്മൾ പറയാറില്ലേ. അപ്പം അതുമാതിരി ആത്മാവ് സത്യത്തിൽ എന്താണ്? ആ നിർഗുണ നിരാകാരമായ ബ്രഹ്മം തന്നെയാണ്. പക്ഷേ സാധാരണയായി ട്രാൻസാക്ഷണൽ ലെവലിൽ നമ്മൾ ആത്മാവെന്ന് പറയുന്നത് ശരീരത്തോടും മനസ്സോടും ബുദ്ധിയോടൊക്കെ കൂടിച്ചേർന്ന് ശരീര മനോബുദ്ധികളിൽ ഞാനെന്ന ഭാവത്തോടു കൂടിയ ബോധത്തെയാണ് ആത്മാവെന്ന് പറയുന്നത്. ഇനി ഇവിടെ ചോദിച്ചു, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ആത്മാക്കൾ എന്ന് വെച്ചാൽ ആ ജീവൻ, ഈ ശരീരം, ഈ ശരീരത്തിൽ വസിക്കുന്നതായ ജീവൻ, ആ ജീവനെയാണ് ആത്മാവെന്ന് പറയുക. അപ്പോൾ ഈ ശരീരം വീണുപോയാലും ആത്മാവ് വീഴുന്നില്ല, ആത്മാവ് എപ്പോഴും ഉണ്ട് അല്ലേ. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാനി നരോപരാനി അല്ലേ. ഈ ജീവൻ എന്ത് ചെയ്യണോ? ഈ ശരീരത്തെ ഉപേക്ഷിച്ച്, നമ്മുടെ മുണ്ട് കീറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വസ്ത്രം കീറിക്കഴിഞ്ഞാൽ ആ വസ്ത്രം ഉപേക്ഷിച്ച് വേറൊരു വസ്ത്രം ധരിക്കുന്നത് മാതിരി എന്ത് ചെയ്യണോ? ഈ ആത്മാവ്, ജീവാത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു. അപ്പോൾ ആ ജീവാത്മാക്കളാണ് നമ്മൾ ശ്രാദ്ധാദികർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അതാണ് ഇവിടെ പറഞ്ഞത്, ആ ജീവാത്മാവിനെയാണ് ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞത്. ചിലടത്തിപ്പം ഇപ്പോൾ നമ്മളുടെ ആത്യന്താധുനികമായിരിക്കുന്ന ശബ്ദധാരാവലിയിലെ ആത്മശബ്ദത്തിന് പ്രേതം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ അല്ലേ, ആത്മാവിനെ വിളിച്ചു എന്ന് വെച്ചാൽ പ്രേതത്തെ വിളിച്ചു എന്നൊക്കെ അത്ര പേര് പറയണത്. തീർച്ചയായിട്ടും പ്രേതവും ഒരു ആത്മാവാണ്, പക്ഷേ ആത്മാവിന് പ്രേതം എന്ന് മാത്രമല്ല അർത്ഥം. ഇനി മരണശേഷം നമ്മൾ എവിടെയാണ് പോകുന്നത്? വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് 10 ഗതികളുണ്ടെന്നാണ്, 12 ഗതികൾ മരണശേഷം. ഒന്നാമത് ഏറ്റവും ഉദാത്തമായിട്ടുള്ളതിനെ കൈവല്യം എന്ന് പറയും. കൈവല്യം ചെന്നർത്ഥം നിർഗുണ നിരാകാരമായിരിക്കുന്ന പരബ്രഹ്മമാണ് ഞാൻ എന്നറിയുമ്പോൾ, അനുഭവിച്ച ശേഷം ആ മഹാത്മാവിൻ്റെ ശരീരം താഴേക്ക് പതിക്കുമ്പോൾ എവിടേക്കും പോവലുമില്ല, എവിടേക്കും വരലുമില്ല. എവിടെ പോവാനാ അല്ലേ? എല്ലാം വ്യാപിച്ചിരിക്കുന്ന ഏകബോധമാണ് ഞാനെന്നറിയുന്ന ആത്മാവിന് പോക്കും വരത്തൊന്നുമില്ല. അതിനെയാണ് പരാഗതി, പരമഗതി, കൈവല്യമോക്ഷം എന്ന് പറയാം. ഇനി നമ്മളൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ചോട്ടെ. ഇതിന് ഈ പരമമായ ഈശ്വര സാക്ഷാത്കാരത്തിന്, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കണു. പക്ഷേ നോക്കൂ, ഈ ശരീരത്തിന് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ എക്സ്പയറി ഡേറ്റിൽ ശരീരം പതിക്കും. അപ്പോൾ ഞാൻ ഭഗവാന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണു, പക്ഷേ എൻ്റെ ശരീരം പതിച്ചു പോയിച്ചാലോ? എനിക്ക് ഈ ലോകത്തിൽ വേറെ ഒരു ആഗ്രഹവും ഇല്ല, ഭഗവാനെ സാക്ഷാത്കരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കെ എൻ്റെ ശരീരം പതിച്ചാൽ എന്ത് സംഭവിക്കും? ഞാൻ മോക്ഷത്തിലേക്ക്, ക്രമമുക്തിയെ പ്രാപിക്കും. എന്നുവെച്ചാൽ ബ്രഹ്മലോകത്ത് പോയി, ബ്രഹ്മലോകത്ത് നിന്ന് അവിടെ ഇരുന്ന് ഉപാസനകളെ ചെയ്തുകൊണ്ട് ജ്ഞാനത്തെ അറിഞ്ഞ് മോക്ഷം പ്രാപിക്കും. ഇതാണ് രണ്ടാമത്തെ ഗതി. ഇതിനെയാണ് ക്രമമുക്തി എന്ന് പറയാം. അപ്പോൾ കൈവല്യമോക്ഷം, ക്രമമുക്തി. ഇനി മൂന്നാമതൊന്നുണ്ട്. ആരാണോ ബ്രഹ്മദേവനെ വിവിധങ്ങളായിരിക്കുന്ന ആരാധനകളിലൂടെ ആരാധിക്കുന്നത്, അവരും ബ്രഹ്മാവിൻ്റെ ലോകത്തെത്തും. പക്ഷെ അത് അവിടെ ഇരുന്ന് ഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നാലാമത്തെ ഒരു ഗതി എന്ന് പറഞ്ഞാൽ ഇഷ്ടദേവതാപ്രാപ്തിയാണ്. നമുക്ക് ഈ നിർഗുണ നിരാകാരമായിരിക്കുന്ന പരമാത്മാവിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. നമുക്കെന്താ ഇഷ്ടം? നമുക്ക് നമ്മുടെ ഇഷ്ടദേവതയെ ആരാധിക്കുക. അങ്ങനെ ഇഷ്ടദേവതയ്ക്ക് വേണ്ടി മാത്രം ആരാധിക്കുന്നവരായ ആളുകളുടെ ജീവന്മാർ ഭഗവാനിൽ അത്രയും ഭക്തിയും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ സാലോക്യ, സാമീപ്യ, സാരൂപ്യാദികളെ ധരിക്കണമെന്നാണ്. നമ്മൾ തത്തദ്ദേവതകളുടെ ലോകങ്ങളിൽ പ്രവേശിക്കും, പിന്നെ ഭഗവാന്റെ അടുത്തെത്തും, പിന്നെ ഭഗവാന്റെ തന്നെ രൂപത്തെ നേടാൻ നമുക്ക് സാധിക്കും. ഇതിനെയാണ് ഇഷ്ടദേവതാലോകപ്രാപ്തി എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു അവസ്ഥയുണ്ട്. അതെന്താണ്? അത് സിദ്ധാവസ്ഥയാണ്. സിദ്ധാവസ്ഥ എന്ന് വെച്ചാൽ എന്താർത്ഥം? അത് നമ്മുടെ കയ്യിൽ നിറയെ എന്താ പറയുക, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ള പോലെയാണ്. അത് ഫിക്സഡാണ്, എപ്പോൾ വേണമെങ്കിൽ എടുക്കാം. അതുമാതിരി സിദ്ധന്മാരാണ് ആരാണ്? അവർ ജീവൻ മുക്തന്മാരാണ്.
അവർ ഈശ്വരനെ അറിഞ്ഞവരാ. പക്ഷെ അവർക്ക് എന്തിഷ്ടമല്ല? അവർക്ക് പരമാത്മാവുമായി കൂടിച്ചേരാനൊന്നും ഇഷ്ടമല്ല. അവർക്ക് എന്താ ഇഷ്ടം? ശ്രീരാമകൃഷ്ണൻ പറയുന്ന പോലെ എനിക്ക് പഞ്ചസാരയാവാൻ ഇഷ്ടമല്ല, പഞ്ചസാര തിന്നാനാണ് ഇഷ്ടം. അവർക്ക് വേണം പഞ്ചസാരയാവാൻ. നമുക്ക് എന്ത് ചെയ്താൽ മതി? പഞ്ചസാര രുചിച്ചാൽ മതി. അപ്പോൾ ഇവർ സത്യത്തിൽ ഈശ്വര സാക്ഷാത്കാരം നേടിയവരാണെങ്കിലും അവരെന്ത് ചെയ്യുന്നു? ഭഗവാന്റെ ഈ വിഭൂതികളെ ആസ്വദിക്കാൻ വേണ്ടി അവർ സിദ്ധലോകങ്ങളിൽ വസിക്കുന്നു എന്നാണ്. അപ്പം നമ്മൾ ശരീരം വിട്ടുപോയാൽ ആ സിദ്ധലോകങ്ങളിൽ ഇരിക്കുക. അവർക്ക് എപ്പോൾ വേണമെങ്കിൽ മുക്തരാവാം, എപ്പോൾ വേണമെങ്കിൽ ലോകത്തിൽ വരാം. അവർ ഇടയ്ക്കിടയ്ക്ക് ലോകത്തിൽ വരും. നമ്മൾ ഈ കാണുന്നതായിട്ടുള്ള മഹാത്മാക്കളൊക്കെ അങ്ങനെയുള്ളവരാണ് അല്ലേ? അവർ വന്ന് സാധനങ്ങൾ ചെയ്യുന്നത് എന്താ പറയുക, മുക്തനാവാൻ വേണ്ടിയിട്ട്. അവർ മുക്തരാണ്, നിത്യമുക്തരാണ്. പക്ഷെ അവരെന്ത് ചെയ്യണു? അവരുടെ ലോകങ്ങളെയാണ് ഊർധ്വലോകങ്ങൾ. നമ്മൾ ലോകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മഹഹ, ജനഹ, തപഹ എന്നൊക്കെ പറയുന്ന ലോകങ്ങൾ ഇവരുടേതാണ്. ഇനി അടുത്തതാണ് സ്വർഗം. ഒരാത്മാവിൻ്റെ അടുത്ത ഗതി എന്താണ്? സ്വർഗപ്രാപ്തിയാണ്. സ്വർഗപ്രാപ്തി ചെന്താർത്ഥം? 2 കർമ്മങ്ങൾ ചെയ്യണം. ഇഷ്ടം ച പൂർത്തം ച. യാഗയജ്ഞാദികളും ചെയ്യണം, ലോകസേവയും ചെയ്യണം. ഈശ്വരനെ യാഗയജ്ഞാദികളെ കൊണ്ട് ആരാധിക്കുകയും സ്വന്തം ധർമ്മമനുഷ്ഠിക്കുകയും ലോകസേവ ചെയ്യുകയും ചെയ്യുന്നതായ മനുഷ്യർ അവരെന്ത് ചെയ്യും? അവർ സ്വർഗങ്ങളിലേക്ക് പ്രവേശിക്കും അല്ലേ? ആ സ്വർഗലോകത്ത് വളരെ വിവിധങ്ങളായിരിക്കുന്ന ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അതാണ് സ്വർഗഗതി. ഇനി ചില ആൾക്കാരുണ്ട്, അവർക്ക് ഈ ഈശ്വരനൊന്നും വലിയ താല്പര്യമില്ല. അപ്പം പലപ്പോഴും നമ്മളോടും പറയും, സ്വാമി അതെ എനിക്ക് ഈശ്വരൻ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പറ്റാവുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് സഹായമൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പോരെ? ഓ എല്ലാം മതി മതി മതിയുണ്ടെങ്കിലൊക്കെ മതി, ഇത് മതി. പക്ഷേ ഇങ്ങനെ വെറും സ്വന്തം ധർമ്മം മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് ലോകത്തിൽ വേണ്ടതായ ചെറിയ ചെറിയ സേവകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വർഗാദി ലോകങ്ങളിൽ പ്രവേശിക്കാൻ പറ്റില്ല. അവർക്ക് അതിനത്രത്തോളമുള്ള പുണ്യമില്ല. എന്ന് വെച്ചാലോ, നമുക്ക് വെക്കേഷൻ സമയമായപ്പോൾ നോക്കിയപ്പോൾ എന്താ, കുറച്ച് കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ട്, കുറച്ച് അതും ഇതൊക്കെ കിട്ടിയ പൈസയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്വിറ്റ്സർലൻഡിൽ പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് സ്വിറ്റ്സർലൻഡിൽ പോയി അവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചു. അവിടെ പോയി ടൂറിസ്റ്റീസിലാണ് പോയിരിക്കുന്നത്. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? ഉള്ള പൈസ ചെലവാക്കാനാണ്. അവിടെ നിന്ന് പൈസയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അവിടെ പ്രവർത്തിച്ച് ധനം നേടാൻ പറ്റില്ല. ടൂറിസ്റ്റ് വിസയാണ്. അവിടെ പോയി കയ്യിലുള്ളതൊക്കെ ചെലവഴിച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോരുക. അതുമാതിരി അതാണ് സ്വർഗലോകം. വലിയ ഭോഗങ്ങളാണ്. ഉർവശി, മേനക, രംഭ, തിലോത്തമ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, കൽപ്പവൃക്ഷം, കാമധേനു മുതലായവരൊക്കെ ഉള്ള അതിഗംഭീരമായിരിക്കുന്ന അനുഭൂതിയാണ്. അത്രത്തേക്കൊന്നുമില്ല. ഇപ്രാവശ്യം നമുക്ക് സ്വിറ്റ്സർലൻഡിൽ പോകാനൊന്നുമില്ല കേട്ടോ അമ്മണിക്കുട്ടി. എന്നാൽ അപ്പം എന്താ ചെയ്യുക? ഗോവയ്ക്ക് പോയി കളയാൻ തന്നെ. എന്തിനാ ഈ ഗോവയ്ക്ക് പോകുന്നത്? അതിനു വേണ്ടി തന്നെയാണ്, ഭോഗത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷേ ഒരുപക്ഷെ അതിന് താരതമ്യമുണ്ടാകാമെന്ന് മാത്രം. ഇപ്പം എന്ത് ചെയ്യണു? നമ്മൾ അവിടേക്കൊന്നും പോകാനുള്ളതില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു? നമ്മൾ പിതൃലോകങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. സാധാരണയായിട്ട് മനുഷ്യരുടെ ആത്മാക്കൾ പൊതുവെ പിതൃലോകങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ പിതൃലോകങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരവരുടേതായിട്ടുള്ള എന്താ പറയുക, അവരെത്രത്തോളം പുണ്യം സമ്പാദിച്ചിട്ടുണ്ടോ സ്വധർമാനുഷ്ഠാനം കൊണ്ടും പരസേവ കൊണ്ടും ഒക്കെ ആ പുണ്യം അവസാനിക്കുമ്പോൾ നമുക്ക് തിരിച്ചു വരണം. ഇവിടെയാണ് ഈ ശ്രാദ്ധാദികളുടെ കാര്യം. നോക്കൂ, അവർക്ക് സ്വർഗലോകത്തിലോ പിതൃലോകത്തിലോ സമ്പാദിക്കാൻ പറ്റില്ല. നമ്മൾ എവിടെ സ്വിറ്റ്സർലൻഡിലോ സിംഗപ്പൂരോ ഒന്നും പോയി കഴിഞ്ഞാൽ സമ്പാദിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ എടുത്ത് വയ്ക്കാം, ഇല്ലേ? നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല, പക്ഷെ ആർക്കെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് വയ്ക്കാം. അതുമാതിരി ഈ ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ ജീവിക്കാനുള്ള, നമുക്ക് ചില
പിതൃക്കൾക്ക് അതത് ലോകങ്ങളിലെ കുറച്ച് സമയം കൂടി ഇരിക്കാനുള്ള പുണ്യമുണ്ടാവും. അവരവിടെ ഇരിക്കുന്നത് നമുക്ക് നല്ലതാ. എന്തേ? നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അമ്മാവനോ അമ്മായിയോ ഒക്കെ PMO അല്ലേ, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലുണ്ടെങ്കിൽ എന്താ ഒരു ഗമ. എന്തൊരു കാര്യത്തിന് ഒരു ടിക്കറ്റ് റിസർവേഷൻ അതൊന്നും പ്രശ്നമില്ലെന്നേ, നമ്മുടെ സ്വന്തം ആളല്ലേ ഇരിക്കുന്നത്. അതുമാതിരി ഈ പിതൃക്കളെ ദേവലോകത്തും പിതൃലോകത്തൊക്കെ ഇരിക്കുമ്പോൾ ആ പിതൃക്കൾക്ക് നമ്മളുമായി ബന്ധമുണ്ട്. ഇത് എൻ്റെ സന്തതിയാണ്, എൻ്റെ പരമ്പരയാണ് എന്നൊരു ദേവന്മാർക്ക് അങ്ങനെ ബന്ധമൊന്നുമില്ല. പിതൃക്കൾക്ക് അങ്ങനെയല്ല, മൈ ഓൺ പീപ്പിൾ എന്ന ഒരു ഭാവമുള്ളത് കൊണ്ട് അവർ ഊർധ്വലോകങ്ങളിലിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് സഹായങ്ങൾ ചെയ്തു തരാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അതാണ് പിതൃലോക സമയം. ഇനി അടുത്തത് എന്താണ്? ആകാശലോകങ്ങളാണ്. എന്താ ആകാശലോകം വെച്ചാൽ നമ്മുടെ നോക്കൂ, ഇതിനൊക്കെ ശാസ്ത്രീയ പ്രമാണമുള്ളൂ. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി ഇതൊക്കെ ഇതൊക്കെ എവിടെ നിന്നായി പറയുന്നത്? ഇതൊക്കെ വെറും ശാസ്ത്രം മാത്രം പ്രമാണമാണ്. ഓക്കെ, പറയണു ഒരു ജീവൻ ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ, ഇപ്പം പിന്നെ കൊറോണ വന്നുകൊണ്ട് ഒരു കാര്യം നമുക്കറിയാം, ഈ ക്വാറന്റൈൻ പീരീഡ് അല്ലേ, ഒരു ജീവൻ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നാൽ പിതൃക്കളുടെ ഒരു ദിവസം ക്വാറന്റൈനിൽ കഴിയണം. പിതൃക്കളുടെ ഈ ഒരു ദിവസത്തെയാണ് നമ്മളെന്ത് പറയുന്നത്? പിതൃക്കളുടെ ഒരു ദിവസം 15 ദിവസമാണ് ഒരു പക്ഷ. അതുകൊണ്ടാണ് മരണം കഴിഞ്ഞ് ഈ 15 ദിവസം ഈ ജീവാത്മാവ് ഈ ജീവൻ അതിന് ഏതിനോടാണോ അറ്റാച്ച്മെൻ്റ് ഉള്ളത്, എൻ്റെ വീട്, എൻ്റെ കുടുംബം, അതായത് ആ ജീവൻ വിട്ടുപോയത് ഹോസ്പിറ്റലായിരിക്കും, ഹോസ്പിറ്റലൊന്നും അല്ലായിരിക്കത്തിന്, എവിടെയാണോ അതിന് എൻ്റേത് എന്ന് മമത്വമുള്ളത് അവിടെ ഉണ്ടാവും എന്നാണ്. അവർക്ക് നമ്മളെ കാണാനും സ്പർശിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ നമുക്ക് അവരെ കാണാനും സ്പർശിക്കാനും സംസാരിക്കാനും സാധിക്കില്ല. അവർ നമ്മളെ സ്പർശിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് പറയില്ലേ പ്രേതസ്പർശമുണ്ട്. പ്രേതസ്പർശമുള്ളത് കൊണ്ട് 15 ദിവസം ക്ഷേത്രാദികളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അവർ നമ്മുടെ ഒപ്പം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 15 ദിവസം അശുദ്ധിയുള്ളതാണെന്ന് പറയും. നമുക്ക് പുലാന്നൊക്കെ പറയും അല്ലേ, പുനർലയം. ഈ ജീവാത്മാവ് തൻ്റെ വീടിൽ നിന്ന് അപ്പുറത്തേക്ക് പോകണം. അതുണ്ടാവാത്തോടത്തോളം കാലം പുനർലയം സംഭവിക്കാത്തോടത്തോളം കാലം പുലയുണ്ട് 15 ദിവസം. അപ്പോൾ ഈ 15 ദിവസം കഴിഞ്ഞ് 16-ാം ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ജീവൻ തൻ്റെ ഇതിൽ നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പോണു. അവിടെ 41 ദിവസം ഉണ്ടാവും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ. അതുകൊണ്ടാണ് 41-നൊക്കെ നമുക്ക് ചില കർമ്മങ്ങളൊക്കെ ഉണ്ട് അല്ലേ, ഒരു ചെറിയൊരു ദീപം വെച്ചൊഴുക്കുക, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോഴാണത്രേ ഈ ജീവൻ ഈ ഭൂമിയുടെ തലത്തിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ ആകാശത്തിലേക്ക് പ്രവേശിക്കും. അവിടെ ദേവന്മാരുടെ ഒരു ദിവസം ക്വാറന്റൈൻ ഉണ്ട്. ദേവന്മാരുടെ ഒരു ദിവസം നമ്മുടെ ഒരു വർഷമാണ്. അതുകൊണ്ടാണ് നമുക്ക് വാർഷിക പിണ്ഡം അല്ലേ, ഒരു വർഷത്തെ ശ്രാദ്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു വർഷത്തിന് ശേഷമാണ് സപ്പോസ് ആ ജീവന് ഇന്ദ്രാദി ലോകങ്ങളിലേക്ക് പ്രവേശനമുണ്ടെങ്കിൽ അവിടേക്ക്, പിതൃലോകാദികളിലേക്കാണെങ്കിൽ പിതൃലോകത്തിലേക്ക് അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, അത്ര വലിയ പുണ്യമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും അടുത്ത ജന്മമായി ഭൂമിയിലേക്ക് വരാൻ ഈ ഒരു വർഷം കഴിയണം എന്നാണ്. അതാണ് അന്തരീക്ഷലോകപ്രാപ്തി. എന്തൊക്കെയായി? നമുക്ക് കൈവല്യ മോക്ഷമായി, ക്രമമോക്ഷമായി, ബ്രഹ്മലോകപ്രാപ്തിയായി, ഇഷ്ടദേവതാലോകപ്രാപ്തിയായി, പിന്നെ ഈ ഉദാത്തങ്ങളായിരിക്കുന്ന ഋഷികളുടെ അല്ലെങ്കിൽ സിദ്ധലോകപ്രാപ്തിയായി, ഇന്ദ്രലോകപ്രാപ്തിയായി, പിതൃലോകപ്രാപ്തിയായി, അന്തരീക്ഷലോകപ്രാപ്തിയായി. അടുത്തത് ജളൂകഗതിയാണ്. ജളൂകം എന്ന് വെച്ചാൽ അട്ട. ഈ അട്ട ഒരു ഇലയിൽ ഇരുന്നത് ഇങ്ങനെ കാണിക്കും, എന്നിട്ടോ അടുത്ത ഇലയിലേക്ക് പിടിച്ചിട്ടേ ഇപ്പുറത്തുനിന്ന് എടുക്കുള്ളൂ. കണ്ടിട്ടുണ്ടാവും. അതുമാതിരി ചില ജീവന്മാർക്ക് മുകളിലേക്ക് പോകാനൊന്നുമില്ല. എന്തെങ്കിലും വേണ്ട കയ്യിൽ മുകളിലേക്ക് പോകാൻ ഒന്നുമില്ല. മാത്രമല്ല നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കാണാൻ പറ്റൂത്രേ. അവരുടെ അവസാന നിമിഷങ്ങളാവുമ്പോൾ
അവർക്ക് കാണാൻ പറ്റുക, അയ്യോ ഇതൊരു പശു അവിടെ വന്ന് നിൽക്കണമല്ലോ, അവിടെ ഒരു എരുമ നിൽക്കണമല്ലോ, ഒരു പട്ടി നിൽക്കണമല്ലോ, ഒരു പൂച്ച നിൽക്കണമല്ലോ എന്നൊക്കെ അവർക്ക് തോന്നും. പറയാണ് ഈ ശരീരം വിട്ടാൽ നേരിട്ട് അതത് യോനികളിൽ പതിക്കുന്നതാണ്. ഇതിനെയാണ് ജളൂകഗതി എന്ന് പറയുന്നത്. ഇനിയുള്ളൊരു ഗതിയാണ് ഇത് മുഴുവനൊക്കെ. ഇതുവരെയ്ക്ക് നമ്മൾ പറഞ്ഞത് ഊർധ്വഗതികളാണ്. ഓക്കെ, അന്തരീക്ഷഗതിക്കും അപ്പുറം അതിന് മുഴുവൻ ഊർധ്വഗതികളാണ്. അന്തരീക്ഷം മിഡിലാണ്. ഇനിയൊക്കെയുള്ള അധോഗതികളാണ്. ഇപ്പം ഈ നേരിട്ട് പോവല് രണ്ടാമത്തതാണ് നരകലോകപ്രാപ്തി. നമ്മുടെ പാപങ്ങൾ പുണ്യങ്ങളെക്കാൾ ഉയർന്നിരിക്കുന്ന സമയത്ത് ആ ആത്മാവിനെ ഒന്ന് ക്ലീൻ ചെയ്യണം, അല്ലേ? ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ വല്ല മണ്ണിലൊക്കെ പോയി വീണാൽ നമ്മൾ എപ്രകാരമാണോ അവരെ കൊണ്ടുവന്ന് തേച്ച് കഴുകുന്നത്, അതുമാതിരി എന്തു ചെയ്യണം? ഈ ജീവനിൽ പറ്റിയിരിക്കുന്നതായ അത്യധികങ്ങളായിരിക്കുന്ന പാപങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ സർവീസിങ്ങിന് കൊടുക്കും. നമ്മുടെ ആ സ്പെഷ്യൽ സർവീസിങ്ങിൻ്റെ സ്ഥലമാണ് നരകം എന്നാണ്. 28 86 പറയൂ. എന്തായാലും തേച്ച് കഴുകി തരും നമ്മളെ. നോക്കൂ, നമ്മുടെ ഭാരതീയമായ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് നിത്യനരകങ്ങളില്ല. അതായത് നമ്മൾ ജയിലിൽ പോണു, കുറച്ച് ജയിലിലൊക്കെ എന്തിനാ ജയിലിലയക്കുന്നത്? നമ്മളെ ശരിയാക്കാൻ വേണ്ടിയാണെന്നാണ്. എന്ത് ശരിയാക്കലാണെന്ന് ഈശ്വരനെ അറിയുള്ളൂ. എന്തായാലും അതുമാതിരിയല്ല. പക്ഷെ നരകാദികളിൽ പോയാൽ എന്ത് പറ്റുന്നു? നമ്മുടെ പാപം എങ്ങനെയാണോ സ്വർഗാദികളിൽ പോയി പാപം പുണ്യം കുറയുന്നത്, അതുപോലെ നരകാദികളിൽ പോയി പാപം കുറയുന്നത് നരകഗതി പറയാം. ഇനിയൊരു ഗതിയുണ്ട്, അത് പ്രേതഗതിയാണ്. എന്ന് വെച്ചാൽ ആ ജീവൻ പെട്ടെന്നുണ്ടായ ഒരു മരണത്തിന് അങ്ങനെ കാരണമായി തീരുമ്പോൾ അത് മരിച്ചു എന്നതിന് തോന്നാണ്ടാവും. അതുകൊണ്ട് പക്ഷേ നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കാണ്ടാവും. അപ്പോൾ അത് പല വിധത്തിലെ വയലൻ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളതായ പ്രേതഗതി അവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ സഹായിക്കണം എന്നാണ്, അല്ലേ? നാരായണ ബലി മുതലായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ ജീവൻ മരിച്ചതാണെന്ന ജീവന് തന്നെ മനസ്സിലാക്കി എന്ത് ചെയ്യണം? ആ പ്രേതഗതിയിൽ നിന്ന് വിടർത്തണം. ഇങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രമനുസരിച്ച് മരണാനന്തരഗതികൾ. അപ്പോൾ മരണശേഷം നാം ഏത് വഴിയാണ് സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് സ്വീകരിക്കുന്നത് പറയണോ? ഉപനിഷത്ത് പറയാണ്, യഥാകർമ്മ യഥാശ്രുതം യോനിമന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനഃ സ്ഥാണുമന്യേനു സംയാതി യഥാകർമ്മ യഥാശ്രുതം. നമ്മുടെ പ്രവൃത്തിക്കും ശ്രദ്ധിക്കണം, യഥാകർമ്മം മാത്രമല്ല യഥാശ്രുതം എന്ന് വെച്ചാൽ നമ്മുടെ ഭാവനകൾക്കും അനുസൃതമായിട്ട്. പ്രവൃത്തി മാത്രമല്ല, വാട്ട് വി ആക്ച്വലി ഫീൽ. ഒരു പ്രസിദ്ധമായിട്ടുള്ള കഥയുണ്ട്. ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ അപ്പുറത്ത് ഒരു വേശ്യയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇയാൾ എന്തു ചെയ്യും? ആ വേശ്യയുടെ വീട്ടിൽ ആരൊക്കെ പോണു എന്ന് വെച്ചിട്ട് ഓരോരോ കല്ലിങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കും. എന്നിട്ട് ആ കല്ലിങ്ങനെ വളർന്ന് ഒരു മല പോലെയായി. അപ്പോൾ എപ്പോഴും ഈ സ്ത്രീയെ കാണാൻ പറയും, നിന്നെപ്പോഴാണ് നശിച്ച ഒരു സാധനം, നോക്ക് എൻ്റെ പാപങ്ങളാണ്, എവിടേക്കാണ് നീ ഇപ്പം. ഈ വേശ്യയോ ആ സ്ത്രീയാണെങ്കിൽ മനസ്സ് ചങ്കു പൊട്ടിക്കരയാണ്, ഭഗവാനെ എനിക്ക് ഇങ്ങനൊരു ഗതി വന്നുവല്ലോ, അല്ലേ? നോക്കൂ, എൻ്റെ അപ്പുറത്ത് ആ മഹാത്മാവ് എത്രയോ ഭാഗ്യവാൻ, എപ്പോഴും അവിടുത്തെ സ്മരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇരിക്കണു. ഞാനോ ഇത്ര പാപമംഗലമായ ഒരു ജീവിതം എനിക്കുണ്ടായി തീർന്നല്ലോ എൻ്റെ ഭഗവാനെ പറഞ്ഞ് കരയാണ്. അവസാനം 2 പേരും ഒരേ സമയം മരിച്ചു. ഒരാൾ സ്വർഗത്തിലും പോയി, മറ്റേ ആൾ നരകത്തിലും പോയി എന്നാണ്. ആരാ സ്വർഗത്തിൽ പോയത്? സന്യാസി അല്ല. എന്തുകൊണ്ട്? സന്യാസിയുടെ മനസ്സ് മുഴുവൻ എന്താണ്? ഈ സ്ത്രീ എന്തു ചെയ്യണു എന്നാണ്, അല്ലേ? അപ്പം ഈ സ്ത്രീ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന് അതാണ് പറഞ്ഞത്, യഥാശ്രുതം. കർമ്മം മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മം മാത്രമല്ല, ആ കർമ്മത്തിനു പിന്നിൽ നമ്മുടെ ഭാവന. അപ്പോൾ എപ്പോഴാണോ യഥാകർമ്മ യഥാശ്രുതം, നമ്മുടെ കർമ്മത്തിനും നമ്മുടെ ശ്രുതത്തിനും നമ്മുടെ ഭാവനയ്ക്കും അനുസൃതമായിട്ട്
അല്ലേ? എന്ത് ചെയ്യണു? ഓരോ ജീവനും ഇപ്പം ഞാനീ പറഞ്ഞതുപോലെയുള്ളതായ ഏകാദശ ഗതികളിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ്. എന്തായാലും കുറച്ചുകൂടെ ചോദ്യങ്ങളുണ്ട്. ഞാനത് നാളെ ഉത്തരം പറയാം. സമയം പൂർണ്ണമായി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.